ഇതുവരെ നമ്മളെ സ്റ്റേജ് ലേണിംഗ് ആയിരുന്നു. ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2-3 കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, നമ്മളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നിന്ന് നമുക്കൊന്ന് മാറി നിൽക്കാൻ പഠിക്കണം. അതായത് ആ ചുറ്റുപാടുകളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കാൻ പഠിക്കണം. മാറി നിൽക്കാതെ ഒരിക്കലും നമുക്ക് ഒന്നും പഠിക്കാൻ സാധിക്കില്ല. കാരണം നമ്മൾ അവിടെ ഇരുന്നു കൊണ്ടാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഈ എഫക്റ്റ് നമുക്ക് ഒരിക്കലും നമ്മളിൽ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ്റെ ഏറ്റവും വലിയ ഒരു സത്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഏത് പൊസിഷനിൽ നിന്ന് ഏത് പൊസിഷനിലേക്കാണോ ആകാൻ ആഗ്രഹിക്കുന്നത്, ആ ആഗ്രഹിക്കുന്ന ആളായി ആദ്യം മാറണം. നമ്മൾ ഐഡൻറ്റിറ്റി ഷിഫ്റ്റ് നമ്മളിൽ ഉണ്ടായിരിക്കണം. അതായത് നമ്മളിപ്പോൾ ഒരു ടീച്ചറായിട്ട് മാറാനാണ് ഒരാൾ ഉദ്ദേശിച്ചത് എന്നുണ്ടെങ്കിൽ, നമ്മൾ അന്ന് മുതൽ മനസ്സുകൊണ്ട് ഒരു ടീച്ചറായി മാറണം. അങ്ങനെ ആവുമ്പോഴേ നമ്മളിൽ ആ ക്വാളിറ്റീസ് എല്ലാം നമ്മൾ അട്രാക്റ്റ് ചെയ്യപ്പെടുള്ളൂ. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ജോലി ചെയ്യാനുള്ള ഒരാളായിട്ട്, ഒരു എംപ്ലോയി ആയിട്ട് നിങ്ങൾ എല്ലാം ചെയ്യാൻ പറ്റുന്ന രീതിയിലായി മാറിക്കഴിഞ്ഞിരിക്കുക. അന്ന് നമ്മൾ എന്താ വെച്ചാൽ വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് എനിക്കിനി കഴിയോ എന്നുള്ള സംശയമാണ് ഉണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം ഇവിടെ വന്നപ്പോൾ എനിക്ക് സാധിക്കും എന്നുള്ള വിശ്വാസം നമ്മളിൽ വന്നു. ആ വിശ്വാസം വന്നപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പോലും അറിയാതെ നമുക്ക് ചെയ്യാൻ പറ്റി. അപ്പം നമ്മൾ ആ പ്രതിഫലനം മറ്റുള്ളവരിൽ നമുക്ക് കാണിക്കാൻ പറ്റി. ഇങ്ങനെ ഉണ്ടായ ഒരു സാഹചര്യത്തിൽ നിന്ന് ഇനി നമ്മൾ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ അതായത് ഇതിനെ നിലനിർത്തണമെങ്കിൽ. നമുക്കിപ്പോൾ പല സമയത്തും ജീവിതത്തിൽ ഇതേപോലെ പല മാറ്റങ്ങളുണ്ടായി, പക്ഷെ ചിലതും നമുക്ക് നിലനിർത്താൻ സാധിച്ചിട്ടില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ സാഹചര്യങ്ങളാണ്. അതേ സാഹചര്യങ്ങൾ അവിടെ തന്നെ നിലനിൽക്കുകയാണ്. അതൊന്നും മാറിയിട്ടില്ല. നിങ്ങൾ മാത്രമേ മാറിയിട്ടുള്ളൂ. നിങ്ങളെ സാഹചര്യങ്ങളൊന്നും എന്ത് ചെയ്തിട്ടില്ല, മാറിയിട്ടില്ല. ആ സാഹചര്യത്തിൽ തന്നെയാണ് ഇനിയും നിങ്ങൾ പോകാൻ പോകുന്നത്. അപ്പോൾ ആ സാഹചര്യങ്ങൾ പോകുമ്പോൾ അത് സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യും, നമ്മളിലേക്ക് ആകർഷിക്കപ്പെടും, അട്രാക്റ്റ് ചെയ്യും. ആ അട്രാക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും അതിലേക്ക് തന്നെ പോകാനുള്ള ചാൻസ് എന്താണ്, കൂടുതലാണ്, ഭയങ്കര കൂടുതലാണ്. വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, ഡൗൺ ആവും. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ, നമ്മൾ കുറച്ചും കൂടെ കാര്യങ്ങൾ നമ്മൾ അലേർട്ടായിട്ട് ഇരുന്നേ പറ്റുള്ളൂ. അതിനുള്ള കുറച്ച് ടെക്നിക്സുകളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്, കുറച്ച് പോയിന്റുകളാണ് പഠിക്കുന്നത്. അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 വാക്കുകളുണ്ട്. 4 വാക്കുകൾ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പകർത്തേണ്ട 4 വാക്കുകളുണ്ട് വിജയിക്കാൻ ആവശ്യമായ. നമ്പർ 1 ഈസ്, ഒന്നാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്ടിലൈസേഷൻ ആണ്. എന്താണ് പറഞ്ഞിട്ടില്ലല്ലോ ഞാന്, ഇങ്ങനെ ചെയ്താൽ നമുക്ക് എന്താണ് യൂട്ടിലൈസേഷൻ. എന്താണ് യൂട്ടിലൈസേഷൻ? യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അർത്ഥം പെട്ടെന്ന് കിട്ടും, യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. പക്ഷെ അത് എന്താണെന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ ശ്രദ്ധിക്കണം. നമ്മൾ ഒരാൾക്ക് മിക്കവാറും ആളുകൾക്ക് ഇപ്പം നമ്മളൊക്കെ അവസ്ഥ എടുത്തിട്ട് പറഞ്ഞാൽ മതി, നിങ്ങളെ അവസ്ഥ നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് കഴിവുണ്ട്, പക്ഷെ അവസരമില്ല, അവസരം തേടുന്നുമില്ല, അയാൾ പരാജിതനാണ്. നമ്പർ 1. രണ്ടാമത്തെ തരം ആളുകൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ടാമത്തെ വിഭാഗം ആളുകൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിവുണ്ട്, അവസരമുണ്ട്, ഉപയോഗിക്കുന്നില്ല, അവനാണ് രണ്ടാമത്തെ ആൾ. അവനും എന്താണ്, പരാജയത്തിലാണ്. ഓക്കെ. മൂന്നാമത്തെ ആൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അയാൾക്ക് അവസരമുണ്ട്, അയാളത് ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ അയാൾക്ക് കഴിവുണ്ട്. അയാൾക്ക് കഴിവുണ്ട്, അവസരമുണ്ട്, അത് ഉപയോഗിക്കുന്നുണ്ട്. അവൻ എന്താ വെച്ചാൽ എപ്പോഴും ഉയർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ചെയ്യുന്നതിൻ്റെ പേരാണ് യൂട്ടിലൈസേഷൻ. അതായത് നമ്മളെ മാക്സിമം ഉപയോഗപ്പെടുത്തുക. നമ്മൾ ഒരു നാരങ്ങ എന്ത് ചെയ്തു, ഒരു നാരങ്ങ എടുത്തു, ഒരു ലെമൺ എടുത്തു, കട്ട് ചെയ്തു, അതിനെ നമ്മൾ എന്ത് ചെയ്യാണ്, സ്ക്യൂസ് ചെയ്തു, ജസ്റ്റ് പിഴിഞ്ഞു, ഒഴിവാക്കി. എന്താണ്, വേസ്റ്റാണ് അതിൽ, അല്ലേ? അതേസമയം അതെന്ത് ചെയ്യണം, നന്നായി പിഴിഞ്ഞാൽ അതിന് വീണ്ടും എന്ത് കിട്ടും, അതിൻ്റെ ജ്യൂസ് കിട്ടും. ദാറ്റ് ഈസ് യൂട്ടിലൈസേഷൻ. അതാണ് യൂട്ടിലൈസേഷൻ. നമ്മൾ ഈ കരിമ്പിൻ്റെ ജ്യൂസ് കുടിച്ചിട്ടുണ്ട്, അല്ലേ? കരിമ്പ് മെഷീൻ്റെ ഉള്ളിലേക്ക് നമ്മളൊരു കരിമ്പ് ജ്യൂസ് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു തണ്ടിടും,
അതിനെ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ അപ്പോൾ നന്നായിട്ട് ജ്യൂസ് വരും. അപ്പം നമുക്ക് ഒരു ഗ്ലാസ് നമ്മൾ പറഞ്ഞേക്കാം, നമ്മൾ കരുതും ആ ഒരു ഗ്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ എന്തായി അല്ലേ? പക്ഷേ അയാൾ വീണ്ടും അതെന്ത് ചെയ്യും, മടക്കിയിട്ട് വീണ്ടും ഇടും, വീണ്ടും ഒന്നും കൂടെ മടക്കിയിട്ടിടും, വീണ്ടും അതിൻ്റെ ഉള്ളിൽ നാരങ്ങ വെച്ചിട്ട് വീണ്ടും അങ്ങനെ അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് അതിന് എത്രത്തോളം ജ്യൂസ് കളക്ട് ചെയ്യാൻ പറ്റും അത്ര ജ്യൂസ് കളക്ട് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാം തരാം. എന്നാലേ അയാൾക്ക് എന്തുണ്ടാവുള്ളൂ, ലാഭം ഉണ്ടാവുള്ളൂ, ലാഭം ഉണ്ടാവുള്ളൂ. ഇതേപോലെയാണ് നമ്മളെ എത്രത്തോളം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുന്നുണ്ടോ അതനുസരിച്ചിട്ടാണ് നമ്മളെ ഉയർച്ച ഉണ്ടാവുക. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം. ഇപ്പൊ നിങ്ങൾ ചെയ്തു, എന്തെല്ലാം യൂട്ടിലൈസ് ചെയ്യാം ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മളെ സമയത്തിനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം, നമ്മളെ കഴിവുകളെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം, നമ്മളെ ബന്ധങ്ങളെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം, നമ്മളുടെ അവസരങ്ങളെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. എന്തൊക്കെയാണ്? ഒന്ന്, സമയത്തിനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം, യെസ്, ബന്ധങ്ങളെ യൂട്ടിലൈസ് ചെയ്യാം, കഴിവിനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം, പിന്നെ അവസരങ്ങളെ യൂട്ടിലൈസ് ചെയ്യാം, നമ്മളുടെ നോളജിനെ, നമ്മളുടെ അറിവിനെ നമുക്ക് എന്ത് ചെയ്യാം, യൂട്ടിലൈസ് ചെയ്യാം. ഇതിനെല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്താലേ നമ്മൾ ചെല്ലുന്ന സ്ഥലത്ത് നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റുള്ളൂ, വിജയം ഉണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്ത് നമുക്ക് വിജയം ഉണ്ടാക്കാൻ പറ്റുള്ളൂ, വിജയം ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ചെയ്യേണ്ട സാധ്യത പേരാണ് എന്ത്, യൂട്ടിലൈസേഷൻ. യൂട്ടിലൈസേഷൻ. ഇനി അങ്ങനെ യൂട്ടിലൈസ് ചെയ്തിട്ട് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് എങ്കിൽ നമ്മൾ ചെയ്യേണ്ട പണി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത സാധനത്തിന്റെ പേരാണ് റിപ്പീറ്റേഷൻ. അതിനെന്ത് ചെയ്യണം, വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. എന്താണ് റിപ്പീറ്റേഷൻ? അതിനെ വീണ്ടും എന്ത് ചെയ്യണം, റിപ്പീറ്റ് ചെയ്യണം. എന്തിനെ റിപ്പീറ്റ് ചെയ്യേണ്ടത്? എന്താണോ നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയത് അതിനെ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും അതേ പണി വീണ്ടും അടുത്തിൽ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഒരു ബന്ധം ഉപയോഗിക്കാൻ പറ്റി, ആ ബന്ധം ഉപയോഗിച്ചതിന്റെ പേരിൽ നമുക്ക് റിസൾട്ട് ഉണ്ടായെങ്കിൽ അതുപോലെയുള്ള ബന്ധങ്ങളെ ഉപയോഗിച്ചിട്ട് വീണ്ടും റിസൾട്ട് ഉണ്ടാക്കാനുള്ള പണി നമ്മൾ എന്ത് ചെയ്യണം, യെസ്, യൂട്ടിലൈസ് ചെയ്യണം. ഓക്കെ, യൂട്ടിലൈസ് ചെയ്യാം. അതേപോലെ അടുത്ത സാധനമാണ്, അങ്ങനെ യൂട്ടിലൈസ് ചെയ്തപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന പണി തന്നെ വീണ്ടും 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 ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സാധനം ഉണ്ട്. എന്താണ്? മടുപ്പ് അല്ലേ? അപ്പൊ അങ്ങനെ മടുപ്പ് വരുമ്പോൾ അതന്നെ എന്താ അത് കണ്ടത് തന്നെയല്ലേ, പിന്നെ അത് തന്നെയല്ലേ, അങ്ങനെ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാം, യെസ്. ഇപ്പോൾ നിങ്ങളല്ലേ ചോദിക്കും, ഇപ്പോൾ മോഹൻലാലിന്റെ കുറെ സിനിമകൾ വീണ്ടും റിലീസാവുന്നുണ്ട്. അപ്പൊ അതിലെന്തേലും അത് റിപ്പീറ്റേഷൻ ആണ് അല്ലെ, അന്ന് അത് വിജയിച്ചു, ഇനിയും എന്ത് ചെയ്യാണ്, ഒന്നും കൂടെ ഇട്ടിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, വിജയിപ്പിക്കുക, റിപ്പീറ്റ് ചെയ്യാണ്, അതിനെ റിപ്പീറ്റ് ചെയ്യാണ്. അപ്പോൾ ആ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അത് അതേമാതിരി കാണിച്ച ആൾക്കാർക്ക് എന്താവും, ചടപ്പകരം. അപ്പോൾ അവരെന്ത് ചെയ്യും, അതിനൊന്ന് ബ്യൂട്ടിഫിക്കേഷൻ നടത്തും. എന്താണ് ബ്യൂട്ടിഫിക്കേഷൻ? അതായത് അതിനൊന്ന് ഭംഗി കൂട്ടി, അത് 4K സൗണ്ടൊക്കെ ഒന്ന് ക്ലാരിറ്റി കൂട്ടി, അതിൻ്റെ എല്ലാ ഇതും ഒന്ന് സംഭവമൊക്കെ ഒന്ന് തന്നെയാണ്. പക്ഷെ എന്ത് ചെയ്തു, നമുക്ക് പഴയ ഭാഷ പറഞ്ഞാൽ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ, മനസ്സിലായോ? ഇതേപോലെ മാറ്റി, ദാറ്റ് ഇസ് എ ബ്യൂട്ടിഫിക്കേഷൻ. എന്താണ് ബ്യൂട്ടിഫിക്കേഷൻ? അടുത്ത എന്താണ് ബ്യൂട്ടിഫിക്കേഷൻ? ബ്യൂട്ടിഫിക്കേഷൻ, യെസ്, ബ്യൂട്ടിഫിക്കേഷൻ. ഇത് നമ്മള് നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പൊ നമ്മൾ എന്നും ഷോളൊക്കെ ഒരേപോലെ കുത്തി നമുക്കിങ്ങനെ നമ്മളെ കാണുമ്പോൾ തന്നെ എന്നിപ്പോൾ ഞാനെന്താ ഇങ്ങനെ ഒന്നിങ്ങനെ ആക്കിയാലോ അല്ലെ, അല്ലെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു കുത്തിട്ടാലോ. ഇപ്പം നമ്മൾ ഡ്രസ്സിലാണെങ്കിൽ എന്ന് ഞാൻ അങ്ങനത്തെ ഡ്രസ്സിലാണ് ഒരു ചെറിയൊരു, ഇതാണ് ബ്യൂട്ടിഫിക്കേഷൻ. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും മാറ്റിയില്ല, പക്ഷെ ചെറിയൊരു മാറ്റം വരുത്തിയതിന് ബ്യൂട്ടി എന്ത് ചെയ്തു, ഒന്ന് കൂട്ടി. അത് എന്തിനാണ്? നമ്മളെ ഈ മടുപ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? എന്നും ഒരേ ഡാൻസാണ്. ഇന്ന് ഞാൻ വേറൊരു കുറച്ചും കൂടെ ഒന്നും കൂടെ ഉഷാറാക്കിയിട്ട് ഡാൻസാണ്, പക്ഷെ എന്താണ് ഒന്നും കൂടെ അതിൻ്റെ, യെസ്. അപ്പോൾ ദാറ്റ് ഇസ് എ ബ്യൂട്ടിഫിക്കേഷൻ. ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതന്നെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പോകും. അങ്ങനെ ചെയ്യുമ്പോഴും നമ്മൾ വിജയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ ഇനിയും നമുക്ക് ഉയരത്തിലേക്ക് കയറണം. അപ്പം നമ്മൾ എന്താ ചെയ്യുക? അതിനാണ് നമ്മൾ ഉപയോഗിക്കുന്ന അടുത്ത സാധനമാണ് ഒപ്റ്റിമൈസേഷൻ. എന്താണ് ഒപ്റ്റിമൈസേഷൻ? ഒപ്റ്റിമൈസേഷൻ, യെസ്.
എന്ത് ചെയ്യും? എന്താണ് ഒപ്റ്റിമൈസേഷൻ? യെസ്, ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മൾ ഈ കിണർ കുഴിക്കുമ്പോൾ ശരിക്ക് എങ്ങനെ കുഴിക്കുക? ഒരാൾ പറയുകയാണ് ഇവിടെ ഈ സ്ഥലത്ത് കിണർ കുഴിച്ചാൽ ഒരു 10 മീറ്ററിൽ വെള്ളം കിട്ടും. അപ്പോൾ ഒരാൾ ഇവിടെ ഒരു കാര്യം ചെയ്യാണ്, ഇവിടുന്ന് ഇവളൊരു കാര്യം ചെയ്യണം, ഒരു കിണർ കുഴിക്കണം. അവൾ ഇവിടുന്ന് അവിടെ ഒറ്റ ഒരു 10 മീറ്റർ കുഴിച്ചു, ഒരു വെള്ളം കിട്ടുമോ? ഇല്ല. എങ്ങനെ കുഴിക്കണം? കിണറ് താഴേക്ക് കുഴിക്കണം. ഇതാണ് ഒപ്റ്റിമൈസേഷൻ. അപ്പോൾ നമ്മൾ ആഴത്തിൽ ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ നമ്മൾ ഉള്ളതൊക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞു, അതിൽ നിന്ന് യൂട്ടിലൈസ് ചെയ്തു, ഉള്ളതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു, അതിൽ നിന്ന് വിജയം ഉണ്ടാവുന്നത് നമുക്ക് മനസ്സിലായി. അത് നമ്മൾ റിപ്പീറ്റ് ചെയ്തു, വീണ്ടും റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു മടുപ്പൊക്കെ വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അതിനൊരു കുറച്ചൊരു അലങ്കാരമൊക്കെ കൂട്ടിയിട്ട് ഒരു ബ്യൂട്ടിഫിക്കേഷൻ കൂട്ടിയിട്ട് ഒന്നും കൂടി ഉഷാറാക്കി. അങ്ങനെ പോകുന്ന സമയത്ത് ഇനി നമുക്ക് ഉപയോഗിക്കണം, അല്ല ഇനി നമുക്ക് ഉയരത്തിലേക്ക് പോകണം എന്ന ചിന്ത വന്നപ്പോൾ നമ്മൾ അതിന് ഒന്നും കൂടെ ഓപ്റ്റിമൈസ് ചെയ്ത് നമ്മൾ ഒന്നും കൂടെ കുഴിച്ച് നോക്കണേ, എവിടെയെങ്കിലും ഉണ്ടോ? ഒന്നും കൂടെ തപ്പി നോക്കണേ, എവിടെയെങ്കിലും ഉണ്ടോ? ഇനി എന്താണുള്ളത്? ഇനി എന്താണുള്ളത്? അപ്പൊ കിണർ കുഴിക്കുന്നത് പോലെ താഴേക്ക് കുഴിച്ച് നോക്കാം. അപ്പൊ നമുക്ക് മനസ്സിലാവും, ഞാൻ ഇതിലേറെ വിജയിച്ച ഒരു രംഗം എനിക്കുണ്ടായിരുന്നു, ഇതിലേറെ സന്തോഷം ഞാൻ കണ്ടെത്തിയിരുന്ന ഒരു രംഗം എനിക്കുണ്ടായിരുന്നു, ഇതിലേറെ എല്ലാവരും എന്നെ ഇഷ്ടപ്പെട്ട ഒരു സമയം എനിക്ക് ഉണ്ടായിരുന്നു, എല്ലാവരും എന്നെ വിവേചനം കാട്ടാതെ എനിക്ക് എല്ലാം തന്നിരുന്ന സ്നേഹവും എല്ലാ സമ്മാനങ്ങളും, ഏറ്റവും കൂടുതൽ എന്നെ ഇഷ്ടപ്പെടലും എൻ്റെ ചിരി ഇഷ്ടപ്പെടണേയും എൻ്റെ സംസാരം ഇഷ്ടപ്പെടണേയും ഒക്കെ ഒരു കാലം എനിക്കുണ്ടായിരുന്നു. അതെന്നായിരുന്നു? ചെറിയ കുട്ടിയായപ്പോഴായിരുന്നു. നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യാൻ. അപ്പം നമ്മൾ പഠിക്കണം, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എന്തുകൊണ്ടാണ് എനിക്ക് ഇനിയുണ്ടല്ലോ കുറച്ചും കൂടെ ബ്ലോക്കുകൾ, അത് മാറാത്തത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കുമ്പോൾ മനസ്സിലാവും അന്ന് എന്നിലുണ്ടായിരുന്ന ഗുണങ്ങൾ എന്തെല്ലാമായിരുന്നോ അതിനെ ഞാൻ വീണ്ടും എന്ത് ചെയ്യണം? പൊക്കി കൊണ്ടുവരണം. ഇതാണ് ഒപ്റ്റിമൈസേഷൻ. അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് കുഴിക്കുമ്പോൾ ഒന്ന് കിട്ടും, അടുത്ത കുഴിക്കുമ്പോൾ വേറെ കിട്ടും, അടുത്ത കുഴിക്കുമ്പോൾ വേറെ കിട്ടും. അങ്ങനെ ആഴത്തിൽ കുഴിച്ച് എത്തുമ്പോൾ നമുക്ക് കിണറിൽ വെള്ളം കിട്ടുന്നത് പോലെ ഏറ്റവും മികച്ചത് നമുക്ക് കിട്ടും. എന്തുകൊണ്ടാണ് കിണറിൽ വെള്ളം കിട്ടിയത്? ആദ്യം തന്നെ അവിടെ വെള്ളം ഉള്ളതുകൊണ്ടാണ്, അല്ലാതെ നമ്മൾ കുഴിച്ചപ്പോൾ വെള്ളം ഉണ്ടായതല്ല. ആണോ? അല്ല. അതേപോലെ നമ്മളെ കുഴിക്കുമ്പോൾ നമ്മളിൽ ആദ്യമേ ഉള്ള ഒരുപാട് കഴിവുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വീണ്ടും പൊക്കിയിട്ട് കൊണ്ടുവരാൻ പറ്റും. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയം ഉണ്ടാക്കാനേ പറ്റൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യില്ല, പറ്റില്ല. കാരണം ഇനിയും വരും എന്തൊക്കെ? അടി വരും, ഇനിയും അടി വരും. ഇനി മോർ പവർഫുൾ ആയിട്ട് വരും. പഴയത് ഒന്നിലേറെ വരും. അപ്പോൾ ആ വരുന്ന സമയത്ത് അതിനെ ചെറുത്ത് നിൽക്കണമെങ്കിൽ നമുക്ക് ഇതേ ചെയ്യാനേ പറ്റുള്ളൂ. ഈ 4 വാക്കുകൾ ഈ 4 എണ്ണത്തിനെ നിങ്ങൾ ഏറ്റവും നന്നായിട്ട് ഉപയോഗിച്ചാൽ, ഏറ്റവും നന്നായിട്ട് ഈ 4 വേർഡുകളുടെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചാൽ നിങ്ങൾ ഏറ്റവും മികച്ചു. നിങ്ങൾ ഉയർന്നു പോകാൻ നിങ്ങൾക്ക് അത് മാത്രം മതി. ഈ 4 എണ്ണം മതി. ഇത് കഴിഞ്ഞാലോ വീണ്ടും അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു കഴിവും കൂടെ കിട്ടി. ആ കഴിവിനെ വീണ്ടും എന്ത് ചെയ്യണം? യൂട്ടിലൈസ് ചെയ്യണം. അതിനെ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം, അതിനെ വീണ്ടും ബ്യൂട്ടിഫിക്കേഷൻ നടത്തണം, എന്നിട്ട് വീണ്ടും ഒപ്റ്റിമൈസ് ചെയ്യണം. ഇങ്ങനെ നിരന്തരമായിട്ട് നമ്മളെ ആഴത്തിൽ കുഴിച്ച് നമ്മളിൽ നിന്നുള്ള എല്ലാ കഴിവുകളും ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമുക്ക് എവിടൊക്കെയാണോ തടസ്സങ്ങൾ ഉണ്ടായിരുന്നത്, എവിടൊക്കെയാണോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്, എവിടൊക്കെയാണോ നമുക്ക് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നത്, ഇതെല്ലാം നമ്മൾ പോലും അറിയാതെ അതിങ്ങനെ ഓട്ടോമാറ്റിക്കലി അതിങ്ങനെ ഇതയും അതിങ്ങനെ തുറന്ന് ഇതാണ് എൻ്റെ സത്യം, ഇതാണ് യാഥാർത്ഥ്യം. ഇത് നടക്കാത്തത് കൊണ്ടാണ് എല്ലാ പ്രയാസങ്ങളിലും പെടാനുള്ള സാധനം. നമ്മൾ കഴിവില്ലാത്തതുകൊണ്ടല്ല. എന്താ കാരണം? നമുക്കൊരു അവസരം കിട്ടിയില്ല, അല്ലെങ്കിൽ നമുക്കൊരാൾ പറഞ്ഞു തരാണ്ടായില്ല, പറഞ്ഞു തന്നാൽ അത് ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടായില്ല, പറഞ്ഞു തന്നാലും പഠിപ്പിച്ച് തന്നാലും അത് നമ്മൾ ചെയ്തില്ല. ഇതാണ് സത്യം. ഇത് മാത്രമല്ല, വേറെ ഒന്നുമില്ല. ഒരാൾ വിജയിക്കാതിരിക്കാനുള്ള ഒരാളും ഒരു കോഴ്സ് പഠിച്ചാലും ഒരാൾ രക്ഷപ്പെടില്ല. ഒരു കോഴ്സ് പഠിച്ചു എന്ന് കരുതിയിട്ട് ഒരു കുട്ടി രക്ഷപ്പെടില്ല.
ഞാൻ എൻ്റെ ഈ 24 വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങളോട് പറയാണ്. നിങ്ങൾ ഏത് കോഴ്സ് എടുത്താലും IT അക്കാഡമിയിൽ നിന്ന് പഠിച്ചു എന്ന് കരുതിയിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചു കരുതിയിട്ടോ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചു എന്ന് കരുതിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ അതിന് വലിയ സർട്ടിഫിക്കറ്റ് കിട്ടിയെന്ന് കരുതിയിട്ടോ ഒന്നും നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. നിങ്ങൾ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ മാറ്റാനുള്ള കോഴ്സ് പഠിക്കണം. ആ കോഴ്സ് പഠിക്കാതെ സിലബസ് പഠിച്ചതുകൊണ്ട് യാതൊരു കാര്യമില്ല. ഒരിക്കലും രക്ഷപ്പെടില്ല. ഒരിക്കലും രക്ഷപ്പെടില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയാം, ഞാൻ കഴിഞ്ഞ 2 ആഴ്ച മുന്നേ ഞാനൊരു മീറ്റിംഗ് ഒരു ക്ലാസ്സിന് പോയി. ഒരു ക്ലാസ്സിനല്ല, ഒരു പ്രോഗ്രാമിന് പോയി ആലപ്പുഴ. ആ പോയ സമയത്ത് എൻ്റെ കൂടെ എൻ്റെ വേറെ ക്ലാസ്സിലുള്ള ഒരാളാണ്. അയാളൊരു കൊണ്ടോട്ടി ഭാഗത്ത് ഒരു കച്ചവടം ചെയ്യുന്ന ഒരാളാണ്, ഉണ്ണിയേട്ടൻ എന്ന് പറഞ്ഞ ഒരാളാണ്. അയാൾ എക്സ് ഗൾഫാണ്. അയാൾ വന്നിട്ട് സ്വന്തം ബിൽഡിങ്ങിൽ ഒരു ഫർണിച്ചർ ഷോപ്പൊക്കെ നടത്തുക. അപ്പോൾ എന്നോട് ചോദിച്ചു, അയാൾ ഇങ്ങനെ മലപ്പുറത്ത് ഇങ്ങനെ വീഡിയോയിൽ പറയാം. അപ്പം ഞാൻ നിങ്ങളെവിടെയാണ് കറക്റ്റായിട്ട് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു. അപ്പം എന്നോട് ചോദിച്ചു നിങ്ങളെവിടെ? ഞാൻ പറഞ്ഞു പ്രോപ്പർ ഞാൻ മലപ്പുറമാണ്. അപ്പോൾ എന്താ നിങ്ങൾക്ക് പരിപാടി ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനത്തെ കോഴ്സുകളാണ് പണി, 10-24 വർഷമായിട്ട് ഇതന്നെയാണ് പണി ഇതൊക്കെ പറഞ്ഞപ്പോൾ അയാൾ എന്നോട് ചോദിക്കുകയാണ് ഈ എൻജിനീയറിങ് കഴിഞ്ഞ കുട്ടികൾക്ക് എന്താണ് പഠിക്കാൻ പറ്റുക? അപ്പം ഞാൻ ചോദിച്ചു ഉണ്ണിയേട്ടങ്ങൾ എന്താ ചോദിക്കാൻ കാരണം? പറഞ്ഞു എൻ്റെ മോള് എൻജിനീയറിങ് കഴിഞ്ഞതാണ്, അവള് ജോലി ഇപ്പോൾ ഒരു സ്കൂളിൽ ഇങ്ങനെ പഠിപ്പിക്കാനൊക്കെ പോകുന്നുണ്ടെന്നല്ലാതെ ആ പഠിച്ച രീതിയിലുള്ളൊരു ജോലിയൊന്നും നമുക്ക് ആയിട്ടില്ല, എപ്പോഴും സാറ്റിസ്ഫൈഡ് ആയിട്ട് പോയിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ എൻജിനീയറിങ് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ അവളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നോ ചോദിച്ചു. അല്ല ഞാൻ നല്ല സ്കോപ്പുള്ള നോക്കിയിട്ടാണ് പഠിപ്പിച്ചത്. ഞാൻ പറഞ്ഞു ആദ്യം നോക്കേണ്ടത് നമ്മുടെ സ്വീറ്റ് സ്പോട്ട് എന്താണ്. നമുക്ക് ഇഷ്ടപ്പെട്ട മേഖലയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയുള്ളൂ, കഷ്ടപ്പെടാതെ വർക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ഇഷ്ടപ്പെടാത്ത മേഖലയിൽ നമുക്ക് കഷ്ടപ്പെടാതെ വർക്ക് ചെയ്യാൻ കഴിയൂല. അപ്പോൾ അതെന്താ ഇല്ല ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞെടുത്തേക്കാൻ എന്നോട് പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, എൻ്റെ മകന് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിങ് കഴിഞ്ഞതാണ്, അവന് ഞാൻ ഗൾഫിലായ സമയത്ത് ഞാൻ പഠിപ്പിച്ചതാണ്, നല്ല സ്കോപ്പൊക്കെ നല്ല മാർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്, അവന് ഉഷാറായിട്ട് പഠിച്ചു. അവന് ജോലിയും കിട്ടി L&T കമ്പനിയിൽ, ഇപ്പോൾ ജോലിയുണ്ട്, 3 വർഷമായിട്ട് വർക്ക് ചെയ്യാണ്. ഇപ്പോൾ അവൻ പറയാണ് എനിക്ക് ഞാൻ ജോലി വേണ്ട, നല്ല സാലറി ഒക്കെ ഉണ്ട്, പക്ഷേ അവൻ പറയാം ഞാൻ ജോലിക്ക് പോകണില്ല. എന്താ പ്രശ്നമൊന്നുമില്ല, ഞാൻ പോകണില്ല, എനിക്കിഷ്ടമല്ല, ഞാൻ വേറെ ഏതെങ്കിലും ജോലി നോക്കാം. അപ്പോൾ എന്താ പഠിക്കണ്ടി എങ്ങനെ പഠിക്കണ്ടി നോക്കാതെ പഠിക്കുക. എനിക്ക് ആവശ്യമുള്ളത് പഠിച്ചിട്ടാ കാര്യം, ആവശ്യമില്ലാത്ത കുറേ പഠിച്ചു നിർത്തിയിട്ടൊരു കാര്യം ഇല്ല. ഇന്ന് ലോകത്തിൽ പല ഉയരങ്ങളിൽ നിൽക്കുന്ന ആളുകൾക്ക്, സ്കില്ല് കൊണ്ട് ഉയരങ്ങളിൽ നിൽക്കുന്ന ആളുകൾക്ക് നിങ്ങൾ സർട്ടിഫിക്കറ്റ് ചോദിച്ചാൽ ചിലപ്പോൾ ഉണ്ടാവില്ല. പക്ഷെ അവരെ ഉപയോഗപ്പെടുത്താൻ പഠിച്ചപ്പോഴാണ് അവർ വിജയിച്ചത്. നമുക്ക് വേണം ക്വാളിഫിക്കേഷൻ, നമ്മൾ പഠിക്കണം, അതൊക്കെ വേണം. പക്ഷേ എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. ഞാൻ നിങ്ങൾക്ക് ഈ ക്ലാസ് തന്നില്ലെങ്കിലും നിങ്ങളിപ്പോൾ എല്ലാ ഫീസും അടച്ചു, എല്ലാം കഴിഞ്ഞു, നിങ്ങൾ പോകും, നിങ്ങൾക്കൊരു കുഴപ്പമുണ്ടല്ലോ എനിക്കറിയാം. പക്ഷേ എൻ്റെ ഉള്ളിൽ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ IT അക്കാദമി പഠിക്കാൻ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് കിട്ടണം? അയാൾക്ക് സംതിങ് സ്പെഷ്യലായിട്ട് എവിടെയും കിട്ടാത്തത് കിട്ടണം. അയാൾക്ക് മറ്റുള്ളവർ ഉയരാൻ പറ്റണം. അയാൾ ആദ്യം അയാളുടെ ജീവിത സാഹചര്യങ്ങളെ കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. ഇങ്ങനെ കുറേ ആഗ്രഹങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതിനെ വീണ്ടും ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പഠിക്കാതെ ഒരു കാര്യം നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഈ കാര്യം മാത്രമല്ല, നമ്മളെ പഠിക്കാൻ. അതുകൊണ്ടാണ് ഞാനത് എടുത്ത് തന്നിട്ട് ഞങ്ങളെ വിട്ടുള്ളൂ എന്ന് പറഞ്ഞു. എനിക്ക് നിങ്ങളൊരു പൈസ തന്നെ തരാമല്ല, ഒരു ഫീസും നിങ്ങളോട് അടക്കാമല്ല, നിങ്ങൾ എക്സാമും കഴിഞ്ഞു, നിങ്ങൾ ഹാപ്പി ആയിട്ട് പോവാണ്, ഒരു പ്രശ്നമല്ല. പക്ഷേ നിങ്ങളുടെ മുന്നിൽ ഇനിയും തടസ്സങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരണം, അന്ന് സാറ് പഠിപ്പിച്ച കാര്യം ഇതാണ്. അപ്പം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ തോട്ട് പ്രോസസ് വർക്ക് ചെയ്യും. അപ്പം ഞാൻ ഇനി ഇങ്ങനെ ചെയ്താലേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഞാൻ ഇന്ന് ഇത് പറഞ്ഞു തന്നാലേ എനിക്ക് മനസ്സിലാവും. ഞാൻ എപ്പോഴാണോ എന്നെ കുറിച്ച് പഠിക്കൽ തുടങ്ങിയത് അപ്പോഴാണ് ഞാൻ വിജയിക്കൽ തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അങ്ങനെ പഠിക്കണമെന്ന് മാത്രമേ രക്ഷപ്പെടാൻ സാധിക്കൂ. അതുകൊണ്ട് നമ്മളെ ഉള്ളിലുണ്ട് എല്ലാം. ഈ ലോകത്ത് ഓരോ മനുഷ്യൻ്റെ കുഞ്ഞും ജനിക്കുമ്പോൾ
അവൻ്റെ ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അവൻ്റെ ഏറ്റവും അവൻ മികച്ചതാവാൻ വേണ്ടിയിട്ട്, അവനെ ഇവിടെ ജീവിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അവൻ ഉയരത്തിലെത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ കഴിവുകളും എല്ലാ റിസോഴ്സുകളും തൻ്റെ ദൈവം തൻ്റെ ഉള്ളിൽ തന്നെ നിറച്ചുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വിടുന്നത്. എന്നാൽ അത് തിരിച്ചറിയാൻ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ സാധിക്കുന്നുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ആരൊക്കെ തിരിച്ചറിയുന്നുണ്ടോ അവൻ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തിക്കൊണ്ട് ഏറ്റവും നന്നായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. അല്ലാത്തവൻ എന്നും കഷ്ടപ്പെട്ടുകൊണ്ട് വിഷമം അനുഭവിച്ചുകൊണ്ട് മറ്റുള്ളവന്റെ അടിമയായിക്കൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കും. ഇതാണ് സത്യാവസ്ഥ. അത് പെണ്ണായാലും ആണായാലും. ഇത് മാറണമെങ്കിൽ നമ്മൾ നമ്മളെ കുറിച്ച് പഠിക്കണം, നമ്മളെ മാറ്റാൻ പഠിക്കണം. നിങ്ങൾക്ക് കുറച്ച് കാലയളവ് കിട്ടിയിട്ടുള്ളൂ, കുറച്ച് കാലയളവ് കിട്ടിയിട്ടുള്ളൂ. ശരിക്കും നിങ്ങൾ പല ആളുകളും ചെയ്യേണ്ടത് കുറച്ചും കൂടെ ഡ്യൂറേഷൻ ചെയ്യണം. നിങ്ങളിൽ നല്ല കഴിവുള്ള ആളുകളുണ്ട്, നല്ല കഴിവുള്ള ആളുകളുണ്ട്. നിങ്ങൾക്ക് എന്താ കാരണം അറിയുങ്ങൾ, നമ്മളെ ഫൗണ്ടേഷന്റെ ഉറപ്പ് എത്ര ഉണ്ടോ അതനുസരിച്ച് ആ ബിൽഡിങ് മേലേക്ക് കെട്ടാൻ പറ്റും. ഞങ്ങൾക്ക് പറഞ്ഞു മനസ്സിലായോ? നമ്മളെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് ബിൽഡിങ് എത്ര ഉയരത്തേക്കും കെട്ടാം. ഫൗണ്ടേഷൻ കുറവാണെങ്കിൽ എന്താ ഉണ്ടാവുക? ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് ഇടാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ പറയാണ്, ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് തരാനുള്ള എല്ലാ സ്ഥലത്തും തരുന്നതിലേറെ ഏറ്റവും മികച്ചത് ഞങ്ങൾ തന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് ഉറപ്പാണ്. അത് ഞങ്ങൾ തരും. അത് ആര് ഏത് കോഴ്സ് ചെയ്തു എന്നുള്ളതല്ല പ്രശ്നം. ഇവിടെ വന്ന് ചേർന്നോ അത് നമ്മൾ തരും. ആ ടൈമിൻ്റെ ഉള്ളിൽ എത്ര തരാൻ പറ്റുമോ അത് തരും. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ഇത് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. ഇതില്ലെങ്കിൽ നമുക്ക് ഇതിനെ നമ്മൾ ഈ രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, പക്ഷെ ഈ രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മളുടെ അവസരങ്ങളെ നമുക്ക് മുതലാക്കാൻ പറ്റില്ല. അവസരങ്ങളുടെ വാതിലുകൾ എപ്പോഴും തുറക്കപ്പെടുകയില്ല, എപ്പോഴെങ്കിലേ തുറക്കുള്ളൂ, അപ്പോൾ ഉള്ളിൽ കയറണം. അങ്ങനെ അവസരങ്ങളുടെ വാതിലുകൾ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഉപയോഗപ്പെടുത്തുമ്പോൾ ഞാൻ മികച്ചതാണെന്ന് തെളിയിക്കുമ്പോൾ മാത്രമേ നമുക്ക് അടുത്ത അവസരങ്ങൾ തുറന്നു തരുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പോരേണ്ടി വരും. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ഇത് നിങ്ങളെ ഉള്ളിൽ നിങ്ങൾ കുറേ സാധനങ്ങൾ മേക്ക് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾ പോലും അറിയാതെ. ഈ ഒരു കുറഞ്ഞ അളവിൽ പോലും ആണെങ്കിൽ പോലും നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഈ കാര്യം നിങ്ങൾ ഏറ്റവും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക, അതിനെ റിപ്പീറ്റ് ചെയ്യുക, അതിനെ നിങ്ങൾ ബ്യൂട്ടിഫിക്കേഷൻ നടത്തുക, വീണ്ടും അതിനെ ഓപ്റ്റിമൈസ് ചെയ്യുക, വീണ്ടും അതിൽ നിന്ന് എന്തെങ്കിലും സാധനം കിട്ടും അതിനെ യൂട്ടിലൈസ് ചെയ്യുക. അങ്ങനെ യൂട്ടിലൈസ് ചെയ്ത് അതിനെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വീണ്ടും ബ്യൂട്ടിഫിക്കേഷൻ നടത്തി വീണ്ടും ഒപ്റ്റിമൈസ് ചെയ്ത് ഈ സർക്കിൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ കറക്കത്തിലും നമ്മൾ വിജയിച്ചു കൊണ്ടിരിക്കും, അല്ലെങ്കിൽ നമ്മൾ മികച്ചതായിക്കൊണ്ടേയിരിക്കും. എപ്പോഴും നമ്മളെ ക്വാളിറ്റി കൂടിക്കൊണ്ടേയിരിക്കും. അതിന് വേറെ ഒന്നും തടസ്സമില്ല. നിങ്ങളെ കളർ പ്രശ്നമില്ല, നിങ്ങളുടെ ജാതി പ്രശ്നമില്ല, നിങ്ങളുടെ മതം പ്രശ്നമില്ല, നിങ്ങളെ പണം പ്രശ്നമില്ല. ഇതൊന്നും ഇതിന് പ്രശ്നമില്ല. ഇതിൻ്റെ ഒന്നും മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലല്ല നിങ്ങൾക്ക് ദൈവം തന്നിട്ടുള്ളത്. പക്ഷെ അതിനെ കണ്ടെത്തിയിട്ട് ചെയ്യൽ നമ്മളെ കടമയാണ്. തെന്നിന് വിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ ഉപയോഗിച്ചോ എന്നാ പറഞ്ഞു, വേണ്ടെങ്കിൽ ഉപയോഗിക്കണ്ട. ഇതാണ് സംഭവം. അത് ഉപയോഗിച്ചാൽ നമുക്ക് രക്ഷപ്പെടാം, അല്ലെങ്കിൽ നമുക്ക് കഷ്ടപ്പെടാം. വേറെ ഒന്നുമില്ല. എല്ലാവരും കഷ്ടപ്പെടണമെന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. ഇനിയും കഷ്ടപ്പെടാതിരിക്കാൻ ഒരു മനുഷ്യന്റെ ജീവിതത്തില് ആകെയുള്ള സമയം എന്ന് പറയുന്നത് നമുക്കൊരു 60-65 വയസ്സ് വരെയുള്ള ഒരു മനുഷ്യനാണെങ്കിൽ അവനെ സംബന്ധിച്ചുള്ള 15 വയസ്സ് വരെ നമ്മൾ മാതാപിതാക്കൾ അണ്ടറിലേക്ക് വരും. ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ ഇനി മക്കൾ അണ്ടറിലായിരിക്കും. അതിൻ്റെ ഇടയിൽ ഒരു 10-35 വർഷമാണ് ആകുള്ളത്. ആ 10-35 വർഷം കൊണ്ട് നമ്മളെ ബിൽഡ് ചെയ്തില്ലെങ്കിൽ ആ 50 വർഷത്തിൽ നമ്മൾ ആ 50 വർഷത്തിൽ ഈ 35 വർഷം നമ്മൾ ആരെങ്കിലും അടിമയായി കഴിഞ്ഞെങ്കിൽ അതേപോലെ 50 വർഷം കഴിഞ്ഞാൽ മക്കൾ അടിമയായി കഴിയേണ്ടി വരും. എന്നാൽ നമ്മൾ ബിൽഡായി കഴിഞ്ഞാൽ നമുക്ക് നമ്മളായി ജീവിക്കാൻ പറ്റും. ഇതാണ് യാഥാർത്ഥ്യം. അതിനുള്ള സമയമാണിത്. അത് ഉപയോഗിച്ചാൽ കിട്ടി. 24 മണിക്കൂർ അങ്ങനെ പോവില്ലേ? അത് വേഗം കഴിയും. ഇപ്പം എന്തെങ്കിലും വന്നു, എത്ര രൂപ പോയി, ദാറ്റ്സ് ഓൾ. ഇത്രേ ഉള്ളൂ. അതിങ്ങനെ കഴിയും. ഇതേപോലെ ലൈഫ് ഇങ്ങനെ കഴിയും. ഇനിയിപ്പോൾ 2025 കഴിയാൻ പോവാണ്. 2 മാസം കൂടെ കഴിഞ്ഞാൽ 2025 കാണാണ്ടാവില്ല. ഇനി 2025 എനിക്ക് ഒന്നും കൂടെ കിട്ടുമോ ചോദിച്ചാൽ കിട്ടൂല. അതിനർത്ഥം എന്താ വെച്ചാൽ ഒരു വയസ്സ് നമുക്ക് കൂടി മേലൊക്കെ പോയി. നമുക്ക് എണ്ണപ്പെട്ട സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ വേഗം ബിൽഡായില്ലെങ്കിൽ
കിട്ടില്ല. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്യേണ്ട പണിയാണിത്. അതിൻ്റെ ഉള്ളിൽ ചെയ്യണം. നമ്മൾ ഡെയിലി നമ്മൾ എന്ത് ചെയ്യണം? പോളിഷ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഡെയിലി പോളിഷ്. ഇതിനെ നമ്മൾ ഡെയിലി ചെയ്യണം, കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യണം. ഇങ്ങനെ ചെയ്യുമ്പോഴേ നമ്മൾ ഈ മാറ്റം ഉണ്ടാവും. അല്ല ഒരു ദിവസം ചെയ്തു എന്താ വരാത്ത ഒരു കാര്യമില്ല. ഞാൻ ഒരു കോഴ്സ് ചെയ്തു, എവിടെ എത്തിയില്ല, കോഴ്സിൻ്റെ കുറ്റമല്ല. ആദ്യം ചെയ്യേണ്ട പണിയുണ്ട്, അത് ചെയ്യണം. ആദ്യം ചെയ്യേണ്ട പണി ചെയ്യേണ്ടത് എന്താ? ഈ കോഴ്സ് എവിടെ ഏത് പാത്രത്തിലേക്കാണ് പാരുന്നത്, ആ കോണ്ടെക്സ്റ്റിൻ്റെ വലിപ്പം എത്രയാണ്, അതായത് ആ പാത്രത്തിൻ്റെ വലിപ്പം എത്രയാണ്, ഇതിൻ്റെ പാത്രത്തിൽ എത്ര സ്പേസ് ഉണ്ട്, അധികം പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. പറഞ്ഞു മനസ്സിലായോ? നമ്മൾ ആൾക്കാർ പറയും പായസമൊക്കെ നല്ല അടിപൊളി പായസം, പാലട പായസമാണ്. വിളമ്പിയത് എവിടെയാണ്? കൊളംബിയിലാണ്. എന്തായി? ആരെയും കുടിക്കോ? കൊളംബി ഉപയോഗിക്കണമെന്നില്ല. കൊളംബി കുറേ കാലമായിട്ട് നല്ല കൊളംബിയാണ്, പണ്ട് ഇത് ചെയ്തിരുന്നു. ഇപ്പം എന്നാ കുടിക്കോ? എന്താ കാരണം? യെസ്, പായസം നല്ലതല്ലായിട്ടല്ല. അതേപോലെയാണ് കോഴ്സൊക്കെ നല്ലതാണ്, പഠിപ്പിക്കുന്ന സ്ഥാപനമൊക്കെ ഉഷാറാണ്, എല്ലാം. പക്ഷെ ആർക്കാ കിട്ടിയത്? എനിക്ക്. ഞാനത് എങ്ങനെ ഉപയോഗിച്ച് അതനുസരിച്ചിട്ടിരിക്കുന്നത് ഇങ്ങട്ടല്ലല്ലോ, ഇങ്ങട്ടാ? ഓക്കെ, അതുപോലെ വരുമ്പോൾ നമുക്ക് ഒരു തുറന്നു വന്നു. അപ്പോൾ യൂട്ടിലൈസേഷൻ, റിപ്പീറ്റേഷൻ, പിന്നെ ബ്യൂട്ടിഫിക്കേഷൻ, ഓപ്റ്റിമൈസേഷൻ. ഈ 4 വാക്ക് നിങ്ങൾ മറക്കാൻ പാടില്ല. ഈ 4 സാധനം നിങ്ങൾ മറക്കാൻ പാടില്ല. ഏത് സമയത്തും നിങ്ങളെ ഉള്ളിൽ എന്ത് ചെയ്യണം? ഇതുണ്ടായിരിക്കണം. നിങ്ങളെ യൂട്ടിലൈസ് ചെയ്യുക, നിങ്ങളെ കഴിവുകളെ യൂട്ടിലൈസ് ചെയ്യുക, നിങ്ങളുടെ എല്ലാം, നിങ്ങൾക്ക് എന്തെല്ലാം റിസോഴ്സുകളുണ്ടോ അതിനെല്ലാം യൂട്ടിലൈസ് ചെയ്യുക. എന്താ പോകുന്നു? 11:30 ചായ കുടിക്കാൻ പോകുന്ന അല്ലല്ലോ, അന്നായിരുന്നു. അപ്പോൾ എന്താണ് നിങ്ങൾ ആലോചിക്ക്? ഓക്കെ, യൂട്ടിലൈസേഷൻ എന്താണ്? യൂട്ടിലൈസേഷൻ എന്താണ്? നമ്മളെ കഴിവുകൾ, സമയം, പണം, പിന്നെ ബന്ധങ്ങൾ, പിന്നെ അവസരങ്ങള്, നമ്മളുടെ അറിവുകള്, സ്കില്ലുകൾ, ഇതിനെല്ലാം യൂട്ടിലൈസ് ചെയ്യുക. മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മള് യെസ്, അങ്ങനെ നമുക്ക് കിട്ടുന്ന റിസൾട്ട് നമുക്ക് മനസ്സിലായി. ഇങ്ങനെയൊക്കെ ഞാൻ ഉപയോഗിച്ചാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് വിജയിക്കാൻ പറ്റുമെന്ന് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്? അതിനെ റിപ്പീറ്റ് ചെയ്യാണ്, വീണ്ടും വീണ്ടും അതന്നെ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളാലോചിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സുഖം കിട്ടി, നമ്മൾ എന്താ ചെയ്യുക? ആ കാര്യം വീണ്ടും ചെയ്യൂലേ? എനിക്ക് മെഡിറ്റേഷൻ ചെയ്തപ്പോൾ നല്ലൊരു സുഖം കിട്ടി, നമ്മൾ വീണ്ടും ചെയ്യും. എനിക്കൊരു ജ്യൂസ് കുടിച്ചപ്പോൾ നല്ലൊരു ഒരു എനർജി കിട്ടി, ആ ജ്യൂസ് നമ്മൾ വീണ്ടും കുടിക്കൂലേ? അപ്പോൾ എന്നും ഇങ്ങനെ കുടിക്കുമ്പോൾ നമുക്ക് ചെറിയൊരു മാറ്റം എന്തെങ്കിലും വരണം. അപ്പം നമ്മൾ അതിൽ വേറെ എന്തെങ്കിലും ചെയ്ത് ചെറിയൊരു ബ്യൂട്ടിഫിക്കേഷൻ നടത്തും, ചെറുതായിട്ടൊന്ന്, അല്ലേ? നടത്തൂലേ? ചെറുതായിട്ടൊരു സാധനം നടത്തും. ദാറ്റ് ഈസ് ബ്യൂട്ടിഫിക്കേഷൻ. എന്നിട്ടോ വീണ്ടും നമ്മൾ സെർച്ച് ചെയ്യും, ഇതിലേറെ ഇനിയും നന്നാക്കിയിട്ട് എങ്ങനെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ വേറെ ഇതിലേറെ നല്ലത് എവിടുന്ന് കിട്ടും, അത് സെർച്ച് ചെയ്തിട്ട് വീണ്ടും ഇതേപോലെ തന്നെ വീണ്ടും 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 ഇതിനെ ഇങ്ങനെ ഈ റൗണ്ട് ഇങ്ങനെ സർക്കിൾ കറങ്ങുമ്പോൾ നമ്മൾ അറിയാതെ നമ്മളെ പോളിഷ് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ആ പോളിഷ് ചെയ്യുമ്പോൾ തിളക്കം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ആ തിളക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാനുള്ള തിളക്കം മാത്രമല്ല, പെർഫോമൻസ് ലെവലിലുള്ള തിളക്കമാണ്. അതിന് ഭയങ്കര എഫക്റ്റ് ഉണ്ടാവും, അത് റിഫ്ലക്റ്റ് ചെയ്യും. എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഫുള്ള് എല്ലാ കാര്യം ചെയ്ത് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് കണ്ണാടി നോക്കാൻ നമുക്ക് സമാധാനം കിട്ടില്ല. കിട്ടുമോ? ഇല്ല. എന്തിനാ കണ്ണാടി നോക്കണ്ടേ? നമ്മളെ റിഫ്ലക്റ്റ് ചെയ്ത് നമുക്ക് കാണണം. ഓക്കെയാണ് അല്ലേ? അതേപോലെ നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമ്മളുടെ തിളക്കം റിഫ്ലക്റ്റ് ചെയ്യൽ തുടങ്ങും. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റുള്ള ആളുകൾ നമ്മളെ അംഗീകരിക്കൽ തുടങ്ങും. ഈ ഗുണങ്ങൾ നമ്മളിലേക്ക് പുറത്തേക്ക് വരൽ തുടങ്ങും. അപ്പം നമുക്ക് പൊസിഷനുകൾ കിട്ടും, നമുക്ക് പരിഗണനകൾ കിട്ടും. എന്നത്തെ പോലെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ട് കിട്ടിയ അതേപോലെ, അല്ലെങ്കിൽ അതിലേറെ പവർഫുൾ ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പൊ കിട്ടാത്തതുകൊണ്ടാണ് നമ്മളിൽ നിന്ന് ചില ഗുണങ്ങളൊക്കെ എന്ത് ചെയ്തു? മണ്ണ് മൂടപ്പെട്ടു. അതിനെ വീണ്ടും റിട്ടേൺ ചെയ്തെടുക്കണം. ഇതിനാണ് ഈ പണി. ഈ സർക്കിൾ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? മറക്കാൻ പാടില്ല. ഓക്കെ, യെസ്. അടുത്ത ഭാഗം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക്
നമുക്ക് അടുത്തൊരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് പ്രിപ്പറേഷനാണ്. എന്താ നെഗറ്റീവ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ? നെഗറ്റീവ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറയാം. നമ്മൾ ഈ സർക്കസ് ഒക്കെ കണ്ടില്ല നിങ്ങൾ? സർക്കസിൽ മിക്കവാറും ആദ്യത്തെ ഒരു ഐറ്റകരം എന്ത്? ഊഞ്ഞാലാട്ടം അല്ലേ? സർക്കസ് കണ്ടു ഞങ്ങളെ? അന്നും ഇപ്പോഴൊക്കെ ഒരേ മാതിരി തന്നെയുണ്ട് സർക്കസിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. എന്നാൽ സർക്കസ് എപ്പോഴും ചാൻസ് ഉണ്ടെങ്കിൽ കണ്ടോട്ടെ. സർക്കസിൽ ഊഞ്ഞാലാടുമ്പോൾ അതിൽ മേലെ ഇങ്ങനെ ആ കൂടാരത്തിൻ്റെ ഏറ്റവും മുകളിൽ നിന്നിട്ടാണ് ഇവർ ഊഞ്ഞാലാടുക. കാലൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് ആടാം അല്ലേ? അപ്പോൾ അവർക്ക് വേറെ ഒന്നുമില്ല. ഇപ്പം നമ്മൾ വേറെ എന്തെങ്കിലും കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും നമുക്ക് തോന്നാം, സിനിമയിലൊക്കെ നമുക്ക് തോന്നാം എന്തെങ്കിലും ഒരു കയറുണ്ടാവും, നമ്മൾ കാണാത്ത കയറുണ്ടാവും എന്നൊക്കെ തോന്നാം. പക്ഷെ ഇവർക്ക് എന്തില്ല? ഒന്നുമില്ല. നമ്മളെ ഫുൾ ഓപ്പൺ ആയിക്കൊണ്ട് നമ്മൾ കൃത്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവർ ധൈര്യത്തിൽ കാണാൻ അങ്ങോട്ട് ചാടണോ ഇങ്ങോട്ട് ചാടണോ, കുരങ്ങ് ചാടണ പോലെ അല്ലേ? ഇതിൽ ഒരു കാര്യം ഉറപ്പാണ്, ഒരു നല്ല പ്രാക്ടീസ്ഡാണ്, ഒരു നല്ല കോൺഫിഡൻസിലാണ്. പക്ഷേ ഓല കോൺഫിഡൻസിൻ്റെ ഒരു നെഗറ്റീവ് പ്രിപ്പറേഷൻ ഉണ്ട്. എന്താണ് അറിയങ്ങൾ? അടിയിൽ കാണാൻ നിങ്ങൾക്ക് ഒരു വലിയ വല കണ്ടിട്ടാണ്, വലിയൊരു വല ഉണ്ടാവും. അതാണ് പോലെ ഏറ്റവും വലിയ കോൺഫിഡൻസ്. എന്താണ്? ഞാൻ എങ്ങനെ വീണാലും ആ കോൺഫിഡൻസ് ഉണ്ടാകുമ്പോൾ വീയൂല്ല, ഞാൻ അഥവാ വീണവൽക്കൊന്നും പറ്റില്ല. ദാറ്റ് ഈസ് ദ നെഗറ്റീവ് പ്രിപ്പറേഷൻ. മനസ്സിലായോ? അതായത് ഞാൻ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ട് ഇനിയും അടിയിൽ പോയാൽ, താഴേക്ക് പോയാൽ എന്തായാലും പഴയ പോലുള്ള അവസ്ഥയ്ക്ക് ഞാൻ പോവില്ല. ഞാൻ അവിടുന്ന് എന്ത് ചെയ്യും? കയറും. കാരണം എൻ്റെ കയ്യിൽ ഞാൻ കുറെ പഠിച്ചെടുത്ത കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അതിനാണ് നെഗറ്റീവ് പ്രിപ്പറേഷൻ എന്ന് പറയുക. അതായത് നമ്മളെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ്? ധൈര്യമാണ്. അതെങ്ങനെ ഉണ്ടാക്കുക എന്നും കൂടി പറഞ്ഞുതരാം. അതായത് നെഗറ്റീവ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരിക്കലും പോവാം ഇല്ല, കയറ്റും ഇറക്കും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അല്ലേ? അപ്പൊ നമ്മൾ ഈ ഉയരത്തിൽ നിന്ന് നമ്മളിപ്പോ അങ്ങനെ ഉയരത്തിൽ നിൽക്കുകയാണ്. ഇവിടുന്ന് വീണ് കഴിഞ്ഞാൽ ഈ താഴേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതിന് പറയുന്ന പേരാണ് വാലി ഓഫ് ഡെത്ത്. എന്താണ്? മരണത്തിന്റെ താഴ്വര. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഴയ അവസ്ഥയിലേറെ താഴേക്ക് തന്നെ പോയി. ഒന്നും ചെയ്യാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസത്തിൻ്റെ അടുത്തൊരു കുട്ടി വന്നു ഇവിടെ. ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ്റെ നമ്മളെ ഒരു ബാച്ചിലുള്ള കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടി ക്ലാസ് തുടങ്ങി 2ാമത്തെ ദിവസം എൻ്റെ ഹസ്ബൻഡ് മരിച്ചു ഗൾഫിൽ നിന്ന്. 3 കുട്ടികളെ കണ്ടിട്ടുണ്ട്. ആ കുട്ടി നേരെ ഓൺലൈൻ്റെ കോഴ്സിലേക്ക് മാറി. അപ്പോൾ ഓൺലൈനിൽ ആദ്യം തന്നെ കുട്ടി പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഇതിൽ കാണൂല, സ്ക്രീനിൽ ഉണ്ടാവില്ല, ക്ലാസ്സിൽ ഞാൻ കയറുണ്ടായിരുന്നു. ഓൺലൈനിലേക്ക് മാറി. അത് കഴിഞ്ഞതിന് ശേഷം ആ കുട്ടി, ഞാൻ പറഞ്ഞു ആ കുട്ടീനോട് എന്തായാലും ഇത് കഴിഞ്ഞ് വരുമ്പോൾ, കുറച്ച് ദിവസം കഴിഞ്ഞാൽ വരും എന്ന് പറഞ്ഞു. വരുമ്പോൾ ഒന്ന് കാണണം എന്ന് പറഞ്ഞു, ഓഫീസിൽ വരുന്നത്. അങ്ങനെ ഇന്നലെ ഞാൻ കണ്ട് സംസാരിച്ചു. ഇന്നലെ ഞാൻ അങ്ങനെ കണ്ട് സംസാരിച്ചു. ആ കുട്ടി ഭയങ്കര ബോൾഡാണ്. എന്താ കാരണം അറിയങ്ങളെ? വർഷങ്ങൾക്ക് മുന്നേ അയാൾ തന്നെ ഈ കുട്ടീനെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഡ്രൈവിങ് പഠിപ്പിച്ചിട്ടുണ്ട്, കാർ ഓടിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്, ബൈക്ക് ഓടിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്, ലൈസൻസ് ഉണ്ട്. പിന്നെ എല്ലാ ഓഫീസുകളിൽ ചെന്നിട്ടും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ട്. സ്വന്തം കാലിൽ നിൽക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. കാശ് മാത്രമേ ഇല്ലാത്തതാവും, ബാക്കി എല്ലാ പ്രിപ്പറേഷനും അയാൾ നടത്തിയിട്ടുണ്ട്. പറഞ്ഞാൽ മനസ്സിലാകും. ഇനി ആ കുട്ടി പഠിച്ചു കണ്ടൊരു ജോലിയും കൂടെ ചെയ്താൽ ദാറ്റ്സ് ഓൾ. ആ കുട്ടീൻ്റെ കോൺഫിഡൻസ് അതാണ് ആ കുട്ടീൻ്റെ നെഗറ്റീവ് പ്രിപ്പറേഷൻ. അത് അയാൾ ചെയ്ത നെഗറ്റീവ് പ്രിപ്പറേഷനാണ്. ഞങ്ങൾക്ക് പറയാൻ മനസ്സിലാവും. നാളെ ഞാനില്ലാതായാലും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി അയാൾ എന്ത് ചെയ്തു? പ്രാപ്തി നേടിക്കൊടുത്തു, റെഡിയാക്കി കൊടുത്തു. ദാറ്റ് ഈസ് നെഗറ്റീവ് പ്രിപ്പറേഷൻ. ലൈഫിൽ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് അറിയില്ല. ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇല്ല. അങ്ങനെ വരുന്ന സമയത്തും എനിക്ക് ജീവിക്കണം. വേണം. എങ്ങനെ ജീവിക്കണം? എനിക്ക് ഇതിനെല്ലാം തരണം ചെയ്ത് ജീവിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണം. അതിനാണ് സ്കില്ല് ഡെവലപ്പ് ചെയ്തോളി എന്ന് നമ്മൾ പറയണം. ബൈക്ക് പഠിച്ചിട്ടില്ലെങ്കിൽ, സ്കൂട്ടർ പഠിച്ചില്ലെങ്കിൽ പഠിക്കുക, ലൈസൻസ് എടുക്കുക, ഓടിക്കാൻ പഠിക്കുക.
പിന്നെ കാറ് പിടിച്ചിട്ട് പഠിക്കുക, ലൈസൻസ് എടുക്കുക, ഓടിക്കാൻ പഠിക്കുക, എല്ലാ സ്ഥാപനങ്ങളും കയറി കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കുക. ഇതൊക്കെ പഠിച്ചെടുത്തില്ലെങ്കിൽ നമ്മൾ കൂട്ടിക്കും. എന്നും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുണ്ടാവില്ല, എന്നും നമ്മളെ കൂടെ ഒരാളുണ്ടായിക്കൊള്ളുന്നില്ല. നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത് ഒറ്റക്കാണ്, നമ്മൾ പോകേണ്ടതും ഒറ്റക്കാണ്, ജീവിതത്തിൽ അനുഭവിക്കേണ്ടതും ഒറ്റക്ക് മാത്രം, വേറെ ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് അതിനുള്ള പ്രിപ്പറേഷൻ്റെ പേരാണ് നെഗറ്റീവ് പ്രിപ്പറേഷൻ. അഥവാ ഞാൻ ഉയരത്തിൽ നിന്ന് വീണാൽ, എന്തെങ്കിലും കാരണവശാൽ എൻ്റെ ലൈഫിലോ ജോലിയിൽ നിന്നോ വീണാൽ, ഞാൻ എന്ത് ചെയ്യും? എനിക്ക് മുന്നോട്ട് പോകാനുള്ള ആയുധം എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ ആവനായിലുണ്ട് എന്ന് ഉറപ്പിക്കുന്നതിൻ്റെ പേരാണ് നെഗറ്റീവ് പ്രിപ്പറേഷൻ. അതാണ് നെഗറ്റീവ് പ്രിപ്പറേഷൻ. ഒരു ജോലി പോയാൽ അടുത്ത ജോലി നേടാനുള്ള പ്രാപ്തി എനിക്കുണ്ട് എന്നറിയണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം നമ്മൾ ചെയ്തിരിക്കണം. അപ്പോഴേ മനസ്സിലാവുള്ളൂ. അപ്പോഴേ നമുക്ക് നമ്മളെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. എനിക്ക് ഇത്രയൊക്കെ കഴിവുണ്ട്, എനിക്ക് ചെയ്യാൻ കഴിയുമെന്ന് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ അതൊക്കെ ചെയ്ത ആളായിരിക്കണം. അപ്പോഴേ അതാണ് നെഗറ്റീവ് പ്രിപ്പറേഷൻ. ഇത് നമ്മൾ പറഞ്ഞ സ്കില്ല് കൊണ്ടുള്ള നെഗറ്റീവ് പ്രിപ്പറേഷൻ. ഓക്കെ, ഇനി ഇതെല്ലാം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടി. ഓക്കെ, ജോലി കിട്ടി. എന്ത് ജോലി കിട്ടിയുള്ള പ്രത്യേകതകളെ ഇതിന് പറയുന്ന പേരാണ് എന്താ വെച്ചാൽ മണി മാനേജ്മെന്റ്. മണി മാനേജ്മെന്റ്. യെസ്, മണി മാനേജ്മെന്റ്. ഓക്കെ, മണി മാനേജ്മെന്റ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ജോലി കിട്ടി, പണം കിട്ടി, എത്രയെന്നുള്ളതല്ല കേട്ടോ അവിടെ പ്രശ്നം. ശ്രദ്ധിക്കണേ. എന്തുകൊണ്ടുള്ള പ്രത്യേകത അറിയണം. ഈ പണം നമുക്ക് എന്തെല്ലാം തരും നിങ്ങൾക്കറിയാം? പണം നമുക്ക് എല്ലാം തരും. എല്ലാം തരാൻ കഴിയുന്ന ഒരേ ഒരു വസ്തു ഇന്ന് ആൾക്കാർ പറയും പണം ഉണ്ടായിട്ടൊന്നും കാര്യമില്ല, പണം എന്താണ് മനുഷ്യനെ, അതൊന്നുമില്ല. അത് മനുഷ്യന്റെ നമ്മളെ അവസ്ഥക്കനുസരിച്ചിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ അവസ്ഥക്കനുസരിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ പണം, നമുക്ക് കിട്ടുന്ന പണം എന്തെല്ലാം തരും? ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിക്കാൻ ആഗ്രഹമുണ്ട്. ഞാൻ എപ്പോഴും പറഞ്ഞൊരു ഉദാഹരണമാണ്, ശ്രദ്ധിക്കണം കേട്ടോ, ശ്രദ്ധിച്ച് കേട്ടോ. നമുക്ക് ഈ പണം തരുന്ന കാര്യമാണ്. ഞാൻ ഇപ്പം നിങ്ങളോട് പറയാം പണം കൊണ്ട് അത് വാങ്ങാം ഇത് വാങ്ങാം, അതൊന്നും ഞാൻ പറയില്ല. നിങ്ങൾക്ക് എന്താ മനസ്സിലാകുന്നത് നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ ഇൻസൈറ്റ്. നമുക്ക് ഒരു ദിവസം ഇപ്പോൾ കല്യാണം കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞ ഉടനെ കല്യാണം കഴിഞ്ഞ ആൾക്കാർ പരക്കണ്ടേ ഒന്ന് കൈവയ്ക്കാണ്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ ആൾക്കാർ ഇപ്പോളാ എന്നാ കഴിഞ്ഞോ? അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പോയോ? ഗൾഫിൽ പോയോ? ഗൾഫ് പോയോ? ഗൾഫിലാണോ? എറണാകുളത്താ? നിക്കാഹ് പിന്നെ ആർക്കാ കഴിഞ്ഞത്? എന്റെതാ കഴിഞ്ഞോ? എന്തോരല്ലോ മുന്നേ കഴിഞ്ഞാ കഴിഞ്ഞു, ഒക്കെ കഴിഞ്ഞു എന്നാ അവള് പറയണത് കേട്ടാൽ അല്ലേ? അന്ന് നമ്മളെ ചോദിച്ച സമയത്ത് നമുക്ക് എല്ലാം വാങ്ങി തന്നിരുന്നു അല്ലേ? എല്ലാ സാധനവും കിട്ടിയിരുന്നു. ഈ പറഞ്ഞു കേൾക്കും ഇപ്പോഴും കിട്ടുന്നവരുണ്ടാവും, ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞു. അപ്പോൾ സാധാരണക്കാരനായ ഒരാൾ മീൻസ്, അതായത് ഇപ്പോൾ പൈസ കുറച്ച് കുറവുള്ള ഒരാൾ, അയാളെ നമ്മൾ കുറ്റമല്ല കേട്ടോ പറയുന്നത് ഒരിക്കലും. അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസത്തിന്റെ കാര്യങ്ങളെ തന്നെ തള്ളി നീക്കാൻ പ്രയാസപ്പെടുന്ന ഒരാൾ. അയാൾ ആദ്യത്തിലൊന്നും ഇപ്പം അങ്ങനെ പ്രയാസമുള്ള ആളാണെങ്കിലും കല്യാണം കഴിച്ച ഉടനൊന്നും ചിലപ്പോൾ നമ്മളോട് ഈ പ്രയാസങ്ങളൊന്നും പറയില്ല. പിന്നെ അയാൾക്ക് താങ്ങാൻ കഴിയാതാവുമ്പോഴാണ് അയാൾ പറയാം. പക്ഷെ അപ്പൊ നമ്മൾ തെറ്റിദ്ധരിക്കും. നമ്മൾ എന്താ കരുതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇന്നോടിപ്പോ പഴയ പോലെ ഇതാണ് നമ്മൾ കരുതുക. അതല്ല സത്യത്തിൽ. നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മളപ്പോൾ കരുതും എൻ്റെ ചങ്ങാഴ്ചക്ക് അതുണ്ടല്ലോ, ചങ്ങാഴ്ചക്ക് ഉണ്ടായിക്കോട്ടെ, അതിനെന്താ കുഴപ്പം, ചങ്ങാഴ്ചക്ക് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, നമുക്കറിയില്ല, അതിൽ വേറെ ബുദ്ധിമുട്ടുകൾക്കുണ്ടാവും. അപ്പൊ ആ സാഹചര്യത്തിൽ അയാൾക്ക് പണിയൊക്കെ കുറവാണ്, പൈസയും കുറവാണ്. അപ്പൊ ആ സാഹചര്യത്തിൽ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാണ്, നിങ്ങൾക്കൊരു ഷവർമ്മ തിന്നണം. നമുക്കൊരു ആഗ്രഹം വന്നാൽ പിന്നെ നമുക്ക് സംഭവം എന്ത് ചെയ്യാൻ കഴിയില്ല, ചിലപ്പോൾ പിടിച്ചിക്കാൻ കഴിയൂല. പറയാൻ ആരോടും പിന്നെ പറയാം, ആരോടും പറയാൻ പറ്റില്ല, അയാളോടെ പറയാൻ പറ്റുള്ളൂ അല്ലെ? അങ്ങനെ തന്നെ അല്ലേ ആണ്. പിന്നെ പറയണമെങ്കിൽ വേറൊരാളൊക്കെ വേണം അങ്ങനത്തെ പറയാനായിട്ട്. അതൊന്നും ഇപ്പൊ നമുക്ക് ഓതന്റിക് ആയിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. ഉള്ളവരിപ്പം ഉണ്ടാവും, എനിക്കറിയില്ല, അത് വേറെ കാര്യം, അതൊക്കെ നിങ്ങളെ ഇഷ്ടം, അത് വേറെ കാര്യം. പക്ഷെ അല്ല, അങ്ങനത്തേനായിട്ട് വേറെ ഒരാളുണ്ടാവും. ഓക്കെ, അങ്ങനത്തേനായിട്ടൊരു ബാങ്ക് വേറെ ഉണ്ടാവും, അത് നമുക്കറിയില്ല. അവർക്ക് ഇങ്ങനെ ചെറിയ ഒരു ഇതിങ്ങനെ കൊടുത്താല് കൊടുത്താല് ഒരു ബെസ്റ്റിയോ അങ്ങനെ പറയുന്നത് എനിക്കറിയില്ല. ഓക്കെ, എനിക്ക് ആ സാധനം ഇല്ല, അതുകൊണ്ട് എനിക്കറിയില്ല. അപ്പോ അല്ല, എനിക്കത് അറിയില്ല. ഞാൻ എൻ്റെ പഠനകാലത്ത് അതില്ലേനു.
ഓക്കെ. അതാണ്. അപ്പോൾ അത് എനിക്കറിയില്ല, എൻ്റെ ജനറേഷനിൽ അതില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിൻ്റെ സംഭവം ഫുള്ളായിട്ട് എനിക്ക് മനസ്സിലായി. ഞാൻ അങ്ങനെ കണ്ടുകൊണ്ട് പലയിടത്തും, പക്ഷേ അത് എന്താണ് അതിൻ്റെ റിയാലിറ്റി എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഓക്കെ. അപ്പോൾ എനിക്കറിയുണ്ടാവും ശരിക്കും ഇല്ലേ? എനിക്കില്ല. ഓക്കെ. എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാരുണ്ടാവും ചിലപ്പോൾ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ അങ്ങനെ ഉള്ളൊരു സാഹചര്യത്തിൽ നിങ്ങൾ പറയുകയാണെ എനിക്കൊരു ഷവർമ തന്നായിരുന്നു. അപ്പോൾ അയാൾ ഉടനെ പറയും പൈസ ഇല്ല എന്ന് ചിലപ്പോൾ പറയില്ല. അയാൾ പറയും നമ്മളോടല്ല ഇതെന്താ കരുതി ഷവർമ എന്നിട്ട് തിരൂരാ ചങ്ങായി മരിച്ചണം, ഷവർമ എന്നിട്ടാ മറ്റൊടുത്ത ആള് മരിച്ചത്, മനസ്സിലായോ? ഷവർമ എന്നാ ചിലപ്പോൾ മരിച്ചു, എനിക്ക് മരിച്ചണോ? അല്ല വേണ്ട. എന്താ കാരണം? അയാൾ വേറെ പെണ്ണിട്ടും, അപ്പൊ അതിലേറെ പ്രശ്നമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പറയും വേണ്ട, ഓക്കെ നിന്നു. അയാൾ പൈസ ഇല്ലാന്നൊന്നും പറഞ്ഞില്ല, പക്ഷെ അയാൾ ഇതാ പറഞ്ഞിട്ട് നിർത്തിയത്. സത്യത്തിൽ അയാൾക്ക് ചിലപ്പോൾ പൈസ ഉണ്ടാവില്ല. അങ്ങനെ കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാത്രി ഭക്ഷണം കഴിക്കാൻ കാത്തിരുന്നിട്ട് അയാളെ കാണാനില്ല, കുറേ സമയമായിട്ടും കാണാനില്ല. നേരെ വൈകി ഇങ്ങനെ വരുന്നുണ്ട്. വന്നപ്പോൾ നിങ്ങൾ എവിടെയും എന്തെത്ര വൈകിയത് വെച്ചപ്പോൾ ഭക്ഷണം എടുത്ത് വെച്ചു പറഞ്ഞപ്പോൾ എനിക്ക് ഭക്ഷണം വേണ്ടടി. എന്ത് ചോദിച്ചു? ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് ഉണ്ടായിരുന്നു, ഗൾഫിൽ നിന്ന് വന്നായിരുന്നു, ഞങ്ങൾ രണ്ടാളും കൂടെ ഒരു പുതിയ കട തുടങ്ങിയിട്ടുണ്ട്, അവിടുന്ന് ഒരു ഷവർമ തിന്നു. അപ്പൊ അയാൾ മരിച്ചില്ലേ? ഞങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? അതേസമയം ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അപ്പൊ നിങ്ങൾ ചിന്തിക്കെന്താ, ഇയാൾക്ക് എനിക്ക് വാങ്ങിത്തരാനാണ്. അങ്ങനെ മുണ്ടൂല, സംഭവം മുണ്ടൂല. പിന്നെ എന്തെങ്കിലും പറയുമ്പോൾ അത് എടുത്തിട്ട് പറയാം കുറേ കഴിഞ്ഞിട്ട്. അപ്പോഴൊന്നും പറയില്ല. പിന്നെ എന്തെങ്കിലും ഉണ്ടാവും, ഇയാൾ ഇതൊക്കെ മറന്നിട്ടുണ്ടാവും. ഇയാൾ ആ പോകുന്ന സമയത്ത് തന്നെ അത് മറന്നുകണോ? കാരണം നിങ്ങളെ തന്ന് പൈസ ഇല്ലാത്തപ്പോ ഒന്ന് ഒരു ചെറിയ ഒരു ഐഡിയ എടുത്തുകൊണ്ട് പിന്മാറിയതാണ്, വേറെ ഒന്നുമില്ല. അയാൾ അതോടുകൂടി മറന്നു, പക്ഷെ നിങ്ങളത് മറക്കൂല. അങ്ങനെ അതേസമയം ഇത് നിങ്ങൾക്ക് എങ്ങനെ തീർക്കാം? നിങ്ങൾക്കൊരു ജോലിയുണ്ട്, ഓക്കെ, നിങ്ങൾക്കൊരു 8000 രൂപ ശമ്പളം ഉള്ളൂ കരുതിക്കോ. നിങ്ങൾക്ക് പ്രത്യേകിച്ച് വലിയ ഭാരമൊന്നും നിങ്ങൾക്കില്ല. നിങ്ങൾ എന്ത് ചെയ്യാണ്? വാങ്ങിത്തരുമെന്നൊന്നും ചോദിച്ചില്ല. നിങ്ങൾക്ക് അറിയാം, കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം വന്നപ്പോൾ നിങ്ങൾ പറയാണ് നമുക്കൊന്നൊരു ഷവർമ, ഇൻ്റെ വക ഇന്ന് ഷവർമ കഴിച്ചാലോ, ശമ്പളം കിട്ടിയോ, ഇന്നിൻ്റെ വക ഷവർമ കഴിച്ചാലോ, എന്നിട്ടൊരു 500 രൂപ നിങ്ങൾ അടുത്തെടുത്ത് നോക്കിയേ അതിന്, അല്ലെങ്കിൽ ഒരു 200 രൂപ എടുത്തെടുത്ത് നോക്കി, അല്ലെങ്കിൽ പറയണേ ഇൻ്റെ വക കഴിക്കാം, നമുക്ക് നിങ്ങൾ വരി, നമുക്ക് പോയി നോക്കാന്ന് പറഞ്ഞാലോ, അയാൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞ മനസ്സിലല്ലേ? അതൊരു രസമല്ലേ? ആണ്. അത് ഭയങ്കര ഒരു സന്തോഷകരം. ഇങ്ങനെ പ്രശ്നങ്ങൾ തീർക്കണമെങ്കിൽ നമ്മൾ പൈസ വേണ്ടേ? ഇതില്ലെങ്കിൽ എന്താ ചെയ്യാ? ഒന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ എല്ലാ ഡിസ്ട്രാക്ഷൻസിനെയും, നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു സാധനം ഇന്ന് ലോകത്തുള്ളത് പണം മാത്രമാണ്. നല്ല പണമായിരിക്കണം, ചെറുതോ വലുതോ എന്നുള്ളതല്ല. ആ പണത്തിന് എങ്ങനെ, പണം നമുക്ക് സന്തോഷം തരുന്നു, പണം നമുക്ക് സെക്യൂരിറ്റി തരുന്നു, പണം നമുക്ക് കോൺഫിഡൻസ് തരുന്നു, പണം നമുക്ക് എല്ലാം തരുന്നു. സത്യല്ലേ? നമ്മളെ ചെറുപ്പത്തിൽ എത്രയോ ആൾക്കാർ പറഞ്ഞു പണം ഉണ്ടായിട്ടൊന്നും കാര്യം, അങ്ങനെ നമ്മൾ ആരൊക്കെ പഠിപ്പിച്ചതാണ്, വെറുതെ പഠിപ്പിച്ചാണ്. അതൊന്നുമല്ല സത്യം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമുക്കൊരു ഹോസ്പിറ്റൽ കേസ് വന്നു, പണം ഇല്ലെങ്കിൽ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആ ഒരു വേദന എത്രയൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഒരു 10,000 രൂപ കയ്യിലെടുക്കാതില്ലാത്തതിൻ്റെ പേരിൽ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്കൊരു വലിയൊരു നഷ്ടം സംഭവിക്കുന്ന ഒരു അവസ്ഥ, നമ്മളെ പ്രിയപ്പെട്ട ആൾ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മളെ കയ്യിലുണ്ടെങ്കിലോ? ഇനി ചില ആൾക്കാർക്ക് ഒരു പ്രശ്നമുണ്ട്. എന്താ പറയുക, ഒരു 8,000 രൂപ 10,000 രൂപ ശമ്പളം കിട്ടിയാൽ ഞാൻ കാണിച്ചു തരാം, എനിക്ക് ഇന്നെ ജോലിക്ക് പറഞ്ഞേക്കാത്ത ആ തള്ളക്കാണെന്ന് ഞാൻ എന്ത് ചെയ്ത് കൊടുക്കണ്ടേ? സാധനം വാങ്ങി കൊടുക്കണ്ടേ? എന്നിട്ട് എന്ത് ചെയ്യും? നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ ഒരു വലിയ വില കൂടിയ സാധനം ഇത് ഇങ്ങക്കാണ്. അപ്പോൾ നമ്മൾ ഇത് ഭയങ്കര ഉഷാറാക്കെ പറ. അപ്പോൾ നമ്മളിങ്ങനെ കരുതി ഹായ് തള്ള ഫുള്ള് മാറി. ഒക്കെ കഴിഞ്ഞ് അടുത്ത പൈസ വീണ്ടും കുറച്ചും കൂടി പൈസ ഉണ്ട്, അതുകൊണ്ട് അടുത്ത ആൾക്ക് എടുത്തോണ്ട്. അങ്ങനെ ഈ അടുത്തൊരു മാസം തികയണീന് മുന്നേ നമ്മളടുത്തുള്ള പൈസക്ക് എന്ത് ചെയ്തു? കഴിഞ്ഞു, കംപ്ലീറ്റ് കഴിഞ്ഞു. വീണ്ടും ബസ്സിന് പൈസ ഇല്ല. അപ്പോൾ നിങ്ങളൊരു 100, അപ്പോൾ നിങ്ങൾ ഡ്രസ്സൊക്കെ വാങ്ങിക്കൊടുത്ത ആളാട്ടോ,
അങ്ങനെ പൈസ കൂടെ എന്ത് ചോദിക്കൂലേ പിന്നെ എന്തിനാ പണിക്കോണ്ടേ ചോദിക്കൂലേ? ആ ശമ്പളം തേനെ വേറെ പണിക്ക് വയ്ക്കോ? ഇത് പറയും, ഇത് നിങ്ങളോട് പറയും, ഇത് പറയും. ഇതിനെങ്ങനെ മാനേജ് ചെയ്യണം, അതാണ് പഠിക്കണ്ടേ. ഇത് നമ്മളെല്ലാം പഠിക്കണം. നമ്മളെല്ലാ സാധനവും പഠിക്കണം. എങ്ങനെ പഠിച്ച പോലെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പഠിച്ച പോലെ, നമ്മൾ സംസാരിക്കാൻ പഠിച്ച പോലെ, നമ്മൾ നടക്കാൻ പഠിച്ച പോലെ, നമ്മൾ നീന്താൻ പഠിച്ച പോലെ, നമ്മൾ സൈക്കിൾ ഓടിക്കാൻ പഠിച്ച പോലെ, എഴുതാൻ പഠിച്ച പോലെ എല്ലാം നമുക്ക് പഠിക്കണം. ബിക്കോസ് വി ആർ എ ഹ്യൂമൻ ബീങ്സ്. നമ്മൾ മനുഷ്യരാണ്. നമ്മളെല്ലാം പഠിക്കണം. മുട്ടുത്താൻ പഠിച്ച പോലെ, ഇരിക്കാൻ പഠിച്ച പോലെ, കിടക്കാൻ പഠിച്ച പോലെ എല്ലാം നമ്മൾ പഠിക്കണം. അതേപോലെ പൈസ വന്നാൽ അതിനെ എങ്ങനെ മാനേജ് ചെയ്യണം അതും പഠിക്കണം. ഈ എല്ലാ സമയത്തും ഒരേ അവസ്ഥയിൽ ജീവിതം പോലെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം. ആ കുട്ടി ഇന്നലെ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ സത്യത്തില് എൻ്റെ കണ്ണിലാണ് സത്യത്തിൽ തീപ്പൊരി പറയും. ഒരു അയൺ ലേഡി മാരിയാണ് ആ കുട്ടി. നല്ല കുടുംബം നയിച്ചിൻ്റെ ആളാണ്. അയാൾ അത്രയും സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ലേ ഒക്കെ അതൊക്കെ പഠിക്കാൻ പറ്റിയത്. അപ്പം നല്ല മനുഷ്യനല്ലേ. ആ നല്ല മനുഷ്യൻ്റെ അടുത്ത് നിന്ന് നഷ്ടപ്പെടുമ്പോൾ എത്ര വേദന ഉണ്ടാവും നിങ്ങൾ ആലോചിക്കും. 3 പിഞ്ച് മക്കളായിട്ടും. പക്ഷേ ആ കുട്ടി വീണ്ടും ഇറങ്ങിയതാണ്. എന്നോട് പറഞ്ഞു, ഞാൻ ഓൺലൈനിൽ തന്നെ പോവാ സാറേ, ഇവിടെ 8-9 ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്, ഇനി ഡയറക്റ്റ് വന്ന് എനിക്ക് ഒലപ്പം പിടിച്ചാൽ എത്തൂല, ഞാൻ ഓൺലൈനിൽ തന്നെ കയറാം, എന്നിട്ട് ഞാൻ ഇവിടെ 1 ഡേ വർക്ക്ഷോപ്പോ പ്രോഗ്രാമോ ഉണ്ടെങ്കിൽ വരാം, പിന്നെ സാറിൻ്റെ ക്ലാസ്സിൽ ഞാൻ കയറുന്നുണ്ട്. ഇത് പറഞ്ഞിട്ട് ആ കുട്ടി, ഞാൻ പറഞ്ഞു എനിക്ക് ഏതാണോ ഏറ്റവും സ്യൂട്ടബിൾ അത് ചെയ്തു. പക്ഷെ കുട്ടി ഫുൾ ബോൾഡാണ്. തിരൂരിന്ന് വരുന്ന കുട്ടിയാണ്. ഫുൾ ബോൾഡാണ്. 33 വയസ്സോ 34 വയസ്സിൻ്റെ. ഇതാണ് പറഞ്ഞത്. ജീവിതത്തിൽ ഏത് സാഹചര്യം നമ്മളെ മുന്നിൽ വരും കുടുംബം. അതിൻ്റെ മുന്നേ പ്രിപ്പറേഷൻ നടത്തിക്കോ എന്ന് ഞാൻ എൻ്റെ കുട്ടികളോട് പറയുന്നത് അതുകൊണ്ടാണ്. എങ്ങനെ ആ അതെന്നെ പറഞ്ഞത്. അങ്ങനെ ചെയ്ത് പഠിക്കാത്തവരുണ്ട്. അതാ പറഞ്ഞത്. ചെയ്ത് പഠിക്കണത് എന്തിനാ നിങ്ങൾക്കറിയോ? ചെയ്ത് പഠിക്കണത് അത് നമ്മൾ മനസ്സിലായില്ല. ഇങ്ങനെ ഒരു അപകടം വന്നാൽ, എന്തെങ്കിലും വന്നാൽ ഞാൻ ഒറ്റക്ക് ചെയ്യാൻ പ്രാപ്തി നേടിയിരിക്കുക എന്നുള്ളതാണ് അതിനർത്ഥം. അല്ലാതെ ഒരില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യുക എന്നുള്ളതല്ല. മനസ്സിലായോ? ഇന്നിപ്പോൾ താൽക്കാലികമായിട്ടില്ലാത്താണ്, എന്നേക്കുമായിട്ട് ഇല്ലാതായാലും എനിക്ക് ചെയ്യാനുള്ള പ്രാപ്തി. ഇത് നിങ്ങൾ അറിയാതെ പഠിച്ചതാ, സാഹചര്യം വന്നപ്പോൾ പഠിച്ചതാ. അതേപോലെ പണവും നിങ്ങൾ കൈകാര്യം ചെയ്യാൻ പഠിക്കണം. അത് നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നതായാലും, നിങ്ങളുടെ ഭർത്താവ് ഗൾഫിൽ നിന്ന് അയച്ചു തരുന്ന പൈസ ആണെങ്കിലും അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അതിന് മാനേജ് ചെയ്യാൻ പഠിക്കണം. അല്ലെങ്കിൽ കുടുംബം. സത്യം. നമ്മളവിടെയുള്ള ആൾക്കാർക്ക് പ്രത്യേകത ഉണ്ട്. ആദ്യം തന്നെ എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഗൾഫിൽ പോയി ഒരു ജോലി കിട്ടി, ഇനി എന്താ, ആദ്യം ഒരു വലിയ വീടാക്കണം. പറഞ്ഞ മനസ്സിലായെങ്കിൽ വലിയൊരു വീടാക്കണം. എന്നിട്ട് ഇപ്പുറത്താളോടൊക്കെ റിയാലൊക്കെ കടം വാങ്ങിയിട്ട്, ദിർഹംസൊക്കെ കടം വാങ്ങിയിട്ട് ഇവിടെ വലിയൊരു വീട് വെക്കും. അപ്പോൾ ഭാര്യമാർക്ക് വലിയ വീട്, എൻ്റെ കുടിയിരിക്കൽ വലുതാവണം, എൻ്റെ പരിപാടി നന്നാവണം, എൻ്റെ കുടുംബക്കാരെ വിളിച്ചണം, ഇതൊക്കെ ആയി. അങ്ങനെ എല്ലാം ഇതൊന്നും പോരാ, ടൈൽസ്, നമ്മൾ ഗൾഫേരാണ്. അങ്ങനെ ഈ പാവത്തിനെ ഫുള്ള് ഇത് ചെയ്തിട്ട് ഊറ്റിയിട്ട് എല്ലാ പരിപാടിയും ചെയ്യിക്കും. പിന്നെ നമുക്കുള്ള പണ്ട് ഇവരെ സ്വർണ്ണമൊക്കെ കൊടുത്തിട്ടുണ്ടാവും, അതൊക്കെ അതിൽ കൂട്ടിയിട്ടുണ്ടാവും. അതൊക്കെ കൂട്ടിക്കാണ്ട് എന്ത് ചെയ്യും? എല്ലാം ചെയ്യും, മാക്സിമം സഹായിക്കാൻ ചെയ്യും. എന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ അയാൾക്ക് എന്തെങ്കിലും അസുഖം എന്തെങ്കിലും അതിൽ വന്നാൽ ഇവിടെ ഒരു ഇൻകം വരാനുള്ള ഒരു സാധനം ജനറേറ്റ് ചെയ്തിട്ടുണ്ടാകും. ഒരു നെഗറ്റീവ് പ്രിപ്പറേഷൻ ഉണ്ടാവില്ല. പിന്നെ ഇവിടെ വന്നിട്ട് പിന്നെ ഓട്ടോ ഓടിക്കേണ്ട അവസ്ഥ, മറ്റുള്ളവരുടെ മുന്നിൽ തല താത്തേണ്ട അവസ്ഥ, മക്കളുടെ അടുത്ത് നിന്ന് പൈസ വാങ്ങേണ്ട അവസ്ഥ, എന്നിട്ട് ഇവർക്ക് ഒരു വിലയില്ലാതാവുന്ന അവസ്ഥ. അതേസമയം എന്തെങ്കിലും ഒരു റെൻറ്റോ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഓടാനുള്ള എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റോ ഉണ്ടെങ്കിലോ
അയാൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവില്ലേ, ധൈര്യം ഉണ്ടാവും. അല്ലെങ്കിൽ അയാളെ ആ ധൈര്യമില്ലായ്മ, ആ കോൺഫിഡൻസ് ഇല്ലായ്മ അയാളെ രോഗിയാക്കും. അതേപോലെ തന്നെയാണ് നമ്മളൊക്കെ അവസ്ഥ, എല്ലാവരുടെ അവസ്ഥ തന്നെയാണ്. മിക്കവാറും ആളുകളെല്ലാം കുടുങ്ങുന്ന ട്രാപ്പ് ഇതാണ്. നമ്മൾ ആവേശത്തിൻ്റെ പുറത്ത് പല സാധനം ചെയ്യും. ഒരു അടവണ്ടിട്ടിട്ട് കാറണ്ട് എടുക്കും, ലോണണ്ട് എടുത്തിട്ട് വീടണ്ട് വെക്കും. ഇന്നത്തെ അടക്കാൻ കഴിയില്ല. ബാങ്കുകാർ ലോൺ തരുന്നവരെ നമുക്ക് ഭയങ്കര സുഹൃത്തുക്കളെ കയറും. ലോൺ അടക്കാതായ പോലെ അത്ര വൃത്തികെട്ട മുഖം വേറെ ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അതുപോലെ വായിലൊക്കെ കേൾക്കേണ്ടി വരും. ഉള്ള വീട്ടിൽ കിടന്നുറങ്ങിയാൽ പോലെ സ്വസ്ഥത ഇല്ലാതെ വേറെ വീട്ടിൽ കിടന്ന് എന്ത് കാര്യമില്ല നിങ്ങൾ പറഞ്ഞേരി, ഒരു കാര്യമില്ല. അപ്പോൾ നിങ്ങൾ ഭർത്താക്കന്മാരൊന്നും ഓവറായിട്ടുള്ള സാധനം പ്രേരിപ്പിക്കരുത്. നമുക്ക് ഉള്ളതുകൊണ്ട് സന്തോഷത്തിൽ ജീവിക്കാമെന്ന് പറഞ്ഞ് പഠിപ്പിച്ചോളൂ. കാരണം എന്താ വെച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അയാൾ എന്നേക്കുമായിട്ട് നിങ്ങളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും. ടെൻഷൻ പേറിയിട്ടാണ് പാവങ്ങൾ അവിടുന്ന് പല ആളുകളും മരിക്കുന്നത്. ജോലി ഭാരം, കിടക്കാൻ ഇവിടെ വരുമ്പോൾ വലിയ സംഭവമൊക്കെ ഉണ്ടാവും. നിങ്ങൾ ഇവിടെ ഭയങ്കര സുഖലോലുബലായിട്ട് കിടക്കുകയാണ്. പക്ഷേ ആ പാവം കിടക്കുന്നത് ചിലപ്പോൾ ഒരു ഡോർമെട്രിയിലേക്കാണ്. എന്നുണ്ടാക്കുന്ന ഭക്ഷണം എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ കൂടി ഉണ്ടാക്കുന്ന ഭക്ഷണമേക്കാണ്. ഇതൊക്കെ കഴിച്ചിട്ട് അതിൽ നിന്ന് ബാക്കി വെക്കുന്ന പൈസയ്ക്കാണ് നമുക്കിവിടെ അയച്ചു തരാം. നമ്മൾ എല്ലാവർക്കും വിതരണം. അവിടെ കല്യാണത്തിന് ഒന്നായിട്ട് കൊണ്ടേ കൊടുക്കണോ, അവിടെ കുടിരിക്കലിന് ഒന്നായിട്ട് കൊണ്ടേ കൊടുക്കണോ, ആ ഡ്രസ്സ് എടുക്കണോ, ഈ ഡ്രസ്സ് എടുക്കണോ. ഇതൊക്കെ മനസ്സിലാക്കണം വെച്ചാൽ ഒരു നെഗറ്റീവ് പ്രിപ്പറേഷൻ ഇല്ലാതെ നിങ്ങൾ ചെയ്താൽ നാളെ എന്തെങ്കിലും നിങ്ങൾ ഒന്നും വേണ്ട. നിങ്ങളതെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ അടുത്തുള്ളവർക്ക് ചിന്തിച്ചു നോക്കി, നിങ്ങളെ സുഹൃത്തുക്കൾ ഇങ്ങനെ വന്ന ആൾക്കാർക്ക് ചിന്തിച്ചു നോക്കി. ഞാനിത് നിങ്ങളോട് പറയുന്നത് എല്ലാവർക്കും അങ്ങനെ ഉണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഇവിടെ വന്നിട്ട് എന്നോട് സംസാരിച്ച ഒരുപാട് കുട്ടികളുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ആ കുട്ടീനോട് വരാൻ പറഞ്ഞത് എനിക്ക് ആ കുട്ടീനെ കാണാനല്ല, എനിക്ക് അവളിൽ നിന്ന് പഠിക്കാനുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ വരാൻ. എനിക്ക് അവളിൽ നിന്ന് പഠിക്കാനുണ്ടെന്ന് മനസ്സിലായി. ആ കുട്ടി പവർഫുള്ളാണ്. ഒറ്റയ്ക്ക് ജീവിതം നയിക്കാനുള്ള കപ്പാസിറ്റി ആ കുട്ടിക്കുണ്ട്. അത് അവരുണ്ടാക്കിയെടുത്തതാണ്. ഇതേപോലെ ഉണ്ടാക്കിയെടുത്താലേ കഴിയുള്ളൂ. ജോലി കിട്ടിയാൽ ശമ്പളം കിട്ടി. നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്ന പണിയാണ് അത്. ഫുൾ എന്ത് ചെയ്യും? ചെയ്യരുത്. അതിനൊരു സിസ്റ്റം ഉണ്ട്. നമ്മൾ ഒരു 60%, നമ്മളൊരു 5 ബക്കറ്റ് ആക്കണം. ഇതിന് എത്ര? 5 ബക്കറ്റ് ആക്കണം. 60%. ഈ 60% നിന്ന് നമ്മളെ എല്ലാ കാര്യങ്ങളും കഴിയണം. 10,000 രൂപ കിട്ടിയത് വെച്ചാൽ 6,000 രൂപയിൽ നിന്ന് നമ്മളൊരു വണ്ടി എടുത്തിട്ടുണ്ട്, അതിൻ്റെ EMI പോകണം. അടവാണെങ്കിൽ EMI പോകണം. അതിനെടുത്താൽ മതി. ഒരു ഫോൺ വാങ്ങിയിട്ടുണ്ട്, അതിൻ്റെ EMI പോകണം. പിന്നെ നമ്മളെ അല്ലറ ചില്ലറ ആവശ്യങ്ങളൊക്കെ ഉണ്ട്, ബസ് ഫെയർ ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. അതൊക്കെ ഇന്ന് പോകണം. ഈ 60% പോകണം 6,000 രൂപയിൽ. ഓക്കെ, 10% നിങ്ങൾ നിങ്ങളുടെ പഠനത്തിന് വേണ്ടി മാറ്റി വെക്കണം. അല്ലെങ്കിൽ എന്തുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 10% നിങ്ങളുടെ പുതിയ ലേണിങ്ങിന് വേണ്ടി നിങ്ങൾ മാറ്റി വെച്ചില്ലെങ്കിൽ നിങ്ങൾ പഴയ ഉരുപ്പടി പോലെ ആയി മാറും. പുതിയ ജനറേഷൻ കയറിപ്പോവും മേലേക്ക്. പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണം. ഞാൻ പറഞ്ഞ മനസ്സിലാവും. 10% അതിന് മാറ്റിക്കണം. അപ്പോൾ എത്ര ഉണ്ടാവും? 1,000 രൂപ. അത് വേറെ മാറ്റിക്കണം. തൽക്കാലം തൊടരുത്. അടുത്ത 10% നിങ്ങളൊരു ഇൻവെസ്റ്റ്മെന്റ് ഇടണം. എത്ര? 10% ഇൻവെസ്റ്റ്മെന്റ് ഇടണം. അതായത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് 10% ഇട്ട് കഴിഞ്ഞാൽ ആ 1,000 രൂപ മാറ്റി വെച്ചിട്ട് അതിൽ നിന്ന് കുറച്ച് പൈസ ആകുമ്പോൾ നിങ്ങളൊരു മോതിരം വാങ്ങിക്കോ. അല്ലാതെ കിട്ടിയ പൈസയൊക്കെ എല്ലാം കൂടെ നിങ്ങൾ മോതിരം വാങ്ങി, വള വാങ്ങി, സ്വർണത്തിന്റെ ഭ്രമം കൊണ്ട് വാങ്ങി ആ സ്വർണം നിങ്ങൾ പിന്നെ ഒന്നുമില്ലാതാകുമ്പോൾ വിൽക്കേണ്ടി വരും. മനസ്സിലായോ? നിലനിർത്താൻ കഴിയൂല. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായോ? അല്ല, ഞാൻ പറഞ്ഞ ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ്. മനസ്സിലായില്ലേ? വാങ്ങണ്ട, 1,000 രൂപയ്ക്ക് സ്വർണം കിട്ടൂല എനിക്കറിയാം. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ്. അത് വിൽക്കേണ്ടി വരും. ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ അല്ലതേ. അപ്പൊ അത് വിൽക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യരുത്. നിങ്ങൾ വല്ല കുറിയിൽ കൊടുക്കണ്ടേ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊടുക്കണ്ടേ, ഒരു ബാങ്കിൽ ഇടണ്ടേ, ഇറ്റ്സ് ഓക്കെ. 1,000 രൂപ ചെയ്യരുത്. 1,000 രൂപ നിങ്ങളുടെ ഡിസാസ്റ്റർ ഫണ്ട് വെക്കണം. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും അപകടം വന്നാൽ എടുക്കാൻ 1,000 രൂപ നിങ്ങൾ മാറ്റിക്കണം. ഓക്കെ, ഇപ്പൊ എത്രയായി? 9,000 രൂപയായി. ഇനി 1,000 രൂപ ഉണ്ട്. ദാറ്റ്സ് ഫോർ യുവർ എന്റർടൈൻമെന്റ്. നിങ്ങളെ സന്തോഷത്തിനാണ് ആ 1,000 രൂപ. എന്തിനാണ്? നിങ്ങൾക്ക് നിങ്ങളുടെ
നിങ്ങൾക്ക് ഭക്ഷണം എന്തെങ്കിലും മോഡൽ കഴിക്കണമെങ്കിൽ, നിങ്ങളെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ, ഡ്രസ്സ് എടുക്കണമെങ്കിൽ ഇതിനൊക്കെ മാറ്റിയേക്കാം. അധികം തികയാത്ത മറ്റൊടുത്ത് കൂട്ടാം. അത് അടുത്ത എല്ലാ മാസവും ഡ്രസ്സ് എടുക്കൂലല്ലോ, എടുക്കോ? ഇല്ല. അങ്ങനെ നിങ്ങൾ മാറ്റി വരുന്ന പൈസയിൽ നിന്ന് ഇപ്പൊ 10,000 രൂപ കഴിഞ്ഞില്ലേ? ആ 10,000 രൂപ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ഇനി ശ്രദ്ധിക്കണേ, ഇനി ഇതില് ഈ ഇൻവെസ്റ്റ്മെന്റ്, ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ആണ്, ഡിസാസ്റ്റർ ഫണ്ട് ആണ്, പിന്നെ ഇത് എന്റർടൈൻമെന്റ് ആണ്, ഇത് എഡ്യൂക്കേഷൻ ആണ്. അപ്പോൾ നമ്മൾ എഡ്യൂക്കേഷൻ ഫീസ് 10% കൊടുത്തു, അത് നമ്മൾ ഉപയോഗിക്കണ്ടേ. ഇതിമ തൊടരുത്. ഈ 2 സാധനത്തുമ്പോൾ നിങ്ങൾ തൊട്ടാൻ പാടില്ല. ഈ 2 തൊട്ടാൻ പാടില്ല. എന്റർടൈൻമെന്റ് ആ മാസം ഒന്നും ഉണ്ടായില്ല, 1000 രൂപ ബാക്കിയാണ്. ആ 1000 രൂപ നേരെ ദീക്കാൻ ഇടണം, സേവിങ്സ് കിടണം, ഇൻവെസ്റ്റ്മെന്റ് സേവിങ്സ് കിടണം, തൊട്ടാൻ പാടില്ല, ഇടണം. ഇങ്ങനെ ഈ സേവിങ്സിനെ കൂട്ടി കൊണ്ടുവന്നിട്ട് അതിൽ നിന്നാണ് ചെയ്യേണ്ടത്. ഈ 6000 രൂപയെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ 1000 രൂപ ബാക്കിയാക്കാൻ പറ്റുന്നുണ്ടാവും. അതിനിടെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എന്താ ബെനിഫിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും കുറച്ച് കാലം പല കാര്യങ്ങളും വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ജോലി നഷ്ടപ്പെട്ടേക്കാം കുറച്ച് കാലത്തേക്ക്. അങ്ങനെ ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ കോൺഫിഡൻസ് ഉണ്ടാവും, തൽക്കാലം ഓടാനുള്ള ഇന്ധനം എൻ്റെ വണ്ടിയിൽ ഉണ്ട്. നെഗറ്റീവ് പ്രിപ്പറേഷൻ ഇത് ചെയ്യൽ നിർബന്ധം. അപ്പൊ നമ്മൾ കരുതാണ്, സാറേ എനിക്കിപ്പോ 1000 രൂപ ഉള്ളല്ലോ, ഇന്നിപ്പോ 1000 ഉണ്ട്, ഇന്ന് മാറ്റി വെച്ച് ശീലായോനെ, 100 രൂപ മാറ്റി വെച്ച് ശീലായോനെ 1,00,000 കിട്ടുമ്പോൾ 10,000 രൂപ മാറ്റിയേക്കാൻ കഴിയുള്ളൂ. മനസ്സിലായില്ലേ? അല്ലാത്തവന് കഴിയൂല. ശീലിച്ചാലേ മാത്രമേ കഴിയുള്ളൂ. അതൊരു ഹാബിറ്റാക്കി മാറ്റിയാലേ, അതൊരു നമ്മളെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റിയാലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പറ്റില്ല. ഇത് നിർബന്ധമുള്ള കാര്യമാണ്. ഇത് നിങ്ങൾ പഠിച്ച് ചെയ്യണം. ഇങ്ങനെ ഇനി ഗൾഫിൽ നിന്ന് ശ്രദ്ധിച്ചോളി, ഗൾഫിൽ നിന്ന് ഒരാൾ മാസത്തിൽ ചെലവിന് പറഞ്ഞ് 30,000 രൂപയ്ക്ക് കരുതിക്കോ, അല്ലെങ്കിൽ 20,000 രൂപയ്ക്കാണ് കരുതിക്കോ. നിങ്ങൾ ഇതേപോലെ മാനേജ് ചെയ്യുന്നത് വെച്ചാൽ, അത് അയാൾക്ക് അറിയില്ല, പക്ഷെ നിങ്ങൾ മാനേജ് ചെയ്യുന്നത് വെച്ചാൽ, അയാൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം, എന്തെങ്കിലും അസുഖമൊക്കെ വന്നു നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അയാളോട് പറയാം, നിങ്ങൾ ധൈര്യത്തിൽ വന്നോളി, തൽക്കാലം ഓടാനുള്ള പൈസ എൻ്റെ അടുത്തുണ്ട്, നമ്മൾ പട്ടിണി കിടക്കൂല എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. പറ്റണം. അപ്പോഴാണ് നിങ്ങളെ പവർ അവിടെ കാണുക, അപ്പോഴാണ് നിങ്ങളുടെ ക്വാളിറ്റി അവിടെ കാണിക്കേണ്ടത്. അപ്പൊ നിങ്ങളെ എത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അയാൾ നിങ്ങളെ ഇഷ്ടപ്പെടേണ്ടി വരും. എത്ര നിങ്ങളെ പരിഗണിച്ചില്ലെങ്കിലും പരിഗണിക്കേണ്ടി വരും. അപ്പൊ പറയും, ഇയും കൂടി ഇല്ലെങ്കിൽ യെസ്. അത് പറയിപ്പിക്കൽ നമ്മളെ കഴിവാ, അല്ലാതെ നമ്മളെ ഭംഗിയല്ല, നമ്മളെ കഴിവാ, സ്കില്ലാ. മണി മാനേജ്മെന്റ് സ്കില്ല് നമ്മൾ എടുത്തിട്ടുണ്ടാവും. അയാൾ അയച്ച പൈസ തന്നെയാണ്, പക്ഷെ ഞാനത് എന്ത് ചെയ്തിട്ടില്ല, യെസ് അവിടെ. മറ്റേന്താ വെച്ചാല് അടുത്ത മാസത്തെ ശമ്പളം അയാൾക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. എന്തിന്? അടുത്തത് വാങ്ങാൻ. നമുക്കൊരു പ്രത്യേകത ഉണ്ട്, എന്താ പറയുക, ഈ സ്പെൻഡിങ് മെന്റാലിറ്റി കൂടുതലുള്ള ആളുകളാണ്. 2 മെന്റാലിറ്റി ഉണ്ട്. ഒന്ന് സ്പെൻഡിങ് മെന്റാലിറ്റിയും ഒന്ന് സേവിങ് മെന്റാലിറ്റിയാണ്. ഈ സ്പെൻഡിങ് മെന്റാലിറ്റി നിങ്ങൾ കണ്ടില്ലേ, ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഈ ബില്ലടിക്കണ നേരത്തെ നമ്മളെ സ്പെൻഡിങ് മൈൻഡ് ഓപ്പൺ ആയി നിൽക്കുന്ന സമയമാണ്. അപ്പൊ അവിടെയാണ് ഒരു ചോക്ലേറ്റ് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിക്കാം. കണ്ടിട്ടാണ് ചെറിയ നുള്ളിപ്പറിക്കാൻ കിട്ടുന്ന സാധനം, കടലമിഠായി കൊണ്ടുവന്ന് വെച്ചിക്കാം. കുട്ടികൾക്ക് മാത്രമല്ല. അപ്പൊ എന്താ വെച്ചാല്, അപ്പൊ നമ്മൾ കാണുമ്പോ ആ സ്പെൻഡിങ്ങിന്റെ സാധനം ഇങ്ങനെ തുറന്നിരിക്കണം, ചെലവാക്കാനുള്ള മൈൻഡ് തുറന്നിരിക്കണം. അതിന് കൊടുന്ന് വെച്ചാണ് എൻ്റെ സൈക്കോളജി അത്. അപ്പൊ ആ സ്പെൻഡ് ചെയ്യുന്ന നിങ്ങൾ നോക്കിക്കോളി, നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയാൽ ഒന്നെടുത്തു, രണ്ടാമത്തെടുത്തു, മൂന്നാമത്തെടുത്തു, ഓഫറിൽ കാണുമ്പോൾ ഓഫറൊന്നും സത്യത്തിൽ അതൊക്കെ ഒരു ചെറിയ ഒരു ടെക്നിക്കാണ്. ഒരിക്കലും ഒരു കമ്പനി പോലും അയാളുടെ ലാഭത്തിൽ നിന്ന് നമുക്കൊരു ഓഫറും ഫ്രീയും തരൂല. നമ്മളെ പൈസ വാങ്ങിയിട്ടേ പോലും തരുള്ളൂ, ഒരിക്കലും തരില്ല. നമ്മളത് മനസ്സിലാക്കണം. അപ്പോൾ ആ ഓഫർ കരുതിയിട്ട് നമ്മളെന്ത് ചെയ്യും, ഇപ്പോൾ ഓഫർ ഉണ്ട് ഒന്നായിട്ട് വാങ്ങിയിടും. കാരണം എന്താ, നമ്മളെ സ്പെൻഡിങ് മൈൻഡ് ഓപ്പൺ ആയി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ക്രെഡിറ്റ് കാർഡൊക്കെ ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡ് എടുത്ത് ഇപ്പോൾ 2 മാസം കഴിഞ്ഞിട്ട് അടച്ചാൽ പോരെ തൽക്കാലം. എൻ്റെ അടുത്ത് 3-4 ക്രെഡിറ്റ് കാർഡ് എനിക്കുണ്ട്, ഞാൻ തൊട്ടില്ല. ചില സാധനം ക്രെഡിറ്റ് കാർഡിൽ മാത്രമേ കിട്ടുള്ളൂ. ഈ ഓൺലൈനിലായാലും പർച്ചേസ് ചെയ്യുന്ന ചില സാധനങ്ങൾ ക്രെഡിറ്റ് മാത്രമേ ആക്സസ് ചെയ്യുള്ളൂ. ഈ ഇപ്പോൾ നിങ്ങൾ വെബ് ഓൺലൈൻ പ്ലാറ്റ്ഫോം, സൂം, ഇതൊക്കെ ക്രെഡിറ്റ് കാർഡ് അക്സെപ്റ്റ് ചെയ്യും.
അപ്പോൾ അതിന് വേണ്ടി മാത്രം ഞാൻ ഉപയോഗിക്കും. അല്ലെങ്കിൽ ഒരു ട്രാപ്പ് ഇടും, ഉറപ്പാ. എത്ര ക്രെഡിറ്റ് കാർഡ് കട്ടായി ഉപയോഗിക്കണവരെങ്കിലും സാറെന്താ ഉപയോഗിക്കാതെ? സാറിന് എനിക്ക് വേണ്ട. സാറിന് ലോൺ എത്ര പാസ്സായിക്കണോ? ലോൺ എത്ര പാസ് എനിക്ക് വേണ്ട. സത്യം ഞാൻ എടുക്കില്ല. എന്താ കാരണം നിങ്ങൾ കുടുങ്ങും. ഞാൻ കുടുങ്ങിയതാ, അതുകൊണ്ട് ഞാൻ കുടുങ്ങി പൊട്ടി തകർന്നതാണ്. അതുകൊണ്ട് ഇനി ചെയ്യൂല. നമുക്ക് മനസ്സിലായതാണ്, ഇനി ചെയ്യൂല. പൊട്ടിപ്പാളീസായതാണ്. അതുവരെ എല്ലാവരും ഉണ്ടാവും. പൊട്ടിയ പിന്നെ ആരും ഉണ്ടാവില്ല. പിന്നെ ഒരു മനുഷ്യ ഉണ്ടാവില്ല. പിന്നെ നമുക്കൊരു പട്ടിൻ്റെ വിലയും കൂടി ഒരു തരില്ല. സത്യം. നമ്മളെ വാക്കിന് വില ഉണ്ടാവില്ല, ഒന്നിനും ഉണ്ടാവില്ല. അപ്പം അതിൻ്റെ മുന്നേ തന്നെ എന്ത് ചെയ്യണം? സെറ്റ്. അപ്പം ഞാൻ ആദ്യം തീരുമാനിക്കണ പോലെ നെഗറ്റീവ് പ്രിപ്പറേഷൻ എപ്പോഴും സെറ്റാക്കി. നെഗറ്റീവ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീയ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് അല്ലേ? നെഗറ്റീവിനുള്ള പ്രിപ്പറേഷൻ, നെഗറ്റീവ് ചാടണീന് മുന്നുള്ള പ്രിപ്പറേഷൻ. ഞാൻ പറഞ്ഞ മനസ്സിലല്ലേ? നമ്മളെല്ലാം ഇങ്ങനെ, അതായത് നെഗറ്റീവ് പ്രിപ്പറേഷൻ ശരിക്കും പറഞ്ഞാൽ, അതായത് നമ്മൾ പോസിറ്റീവായിട്ട് ഇങ്ങനെ ചിന്തിക്കാൻ നമുക്ക് ഒരു പണിയില്ല. അപ്പം നമ്മൾ ചിന്തിക്കുകയാണ്, ഇങ്ങനെ ഒരു അടി എനിക്ക് കിട്ടൂട്ടോ, കിട്ടിയാൽ അതിനുള്ള പ്രിപ്പറേഷൻ. ആണ് അങ്ങനെ തന്നെയാണ്. പക്ഷെ അത് ചെയ്യൂല. അതിന് പേര് നെഗറ്റീവ് പ്രിപ്പറേഷൻ. എന്താ? അതായത് നാളേക്ക് സേവിങ്സ് ഒക്കെ നമ്മൾ ഡിസാസ്റ്റർ ഫണ്ട് എന്താണ്? നാളെ എനിക്ക് അസുഖം വന്നാൽ, അസുഖം വരൂല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമോ? പറ്റൂല. അസുഖം വന്നാൽ അതിനുള്ള ഫണ്ടാണ് നെഗറ്റീവ് പ്രിപ്പറേഷൻ. ക്ലിയർ ആയോ? അത് നമുക്ക് പോസിറ്റീവ് തന്നെയാണ്. എല്ലാം നമ്മൾ ചെയ്യുന്ന പോസിറ്റീവാണ്. ആ പോസിറ്റീവ് യാത്രയിൽ എന്തെങ്കിലും അടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ടൊക്കെ പോവാ? താഴേക്കാണ് പോകൂല എന്ന് ആർക്കെങ്കിലും ഉറപ്പിക്കാൻ പറ്റുമോ? പറ്റൂല. അതിനുള്ള പ്രിപ്പറേഷൻ. അങ്ങനെ പോയാലും ഞാൻ എങ്ങോട്ട് എത്തൂല? താഴേക്ക് എത്തൂല. അതിന്റെ മുന്നേ ഞാൻ എന്ത് ചെയ്യും? അവിടെ കയറും. ആ സ്ഥലത്ത് നിന്ന് നിങ്ങൾ മേലേക്ക് കയറണം. അടി കിട്ടി, എന്താ അടി? നിങ്ങൾക്ക് ജോലി കിട്ടി. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ജോലി കിട്ടി. നിങ്ങൾ എന്ത് ചെയ്തു വെച്ചാൽ ഒരു കൊല്ലം വർക്ക് ചെയ്തു. ആ ഒരു കൊല്ലം വർക്ക് ചെയ്തിട്ട് നമ്മുടെ അടുത്ത് കുറച്ച് പൈസയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ എന്താ വെച്ചാൽ സ്വാഭാവികമായിട്ടും നമുക്ക് പ്രഗ്നൻ്റ് ആയി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വന്നു, നമുക്ക് താൽക്കാലികമായിട്ട് എന്ത് ചെയ്യേണ്ടി വന്നു? ഒന്ന് റെസ്റ്റ് എടുക്കേണ്ടി വന്നു. നമ്മളതിന് ഒന്ന് റിലീസായി. അപ്പോൾ നമ്മളടുത്ത് നമുക്ക് വരികയാണ് എന്ത്? ഒരടി കിട്ടുകയാണ് അല്ലേ? ഒരടി കിട്ടുകയാണ്. എന്താ അടി? ജോലി എന്നുള്ളൊരു അടി, സാമ്പത്തികമായിട്ടുള്ളൊരു അടി നമുക്ക് കിട്ടുകയാണ്. ആ കിട്ടുന്ന സമയത്ത് മറ്റൊരാളോട് നമ്മൾ ചോദിക്കുമ്പോൾ ഈ ഒരു കൊല്ലം ജോലി ചെയ്തില്ല, എന്നിട്ട് എൻ്റെ പൈസ ഇവിടെ മനസ്സിലായോ? ചോദിക്കൂലേ? കിട്ടും. അത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മാത്രമേ കിട്ടുള്ളൂ. ഇൻവെസ്റ്റ്മെന്റിന് മാത്രമേ കിട്ടുള്ളൂ. ഇൻവെസ്റ്റ്മെന്റിന് പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. മനസ്സിലായില്ല നിങ്ങൾക്ക്? അതായത് ഇൻവെസ്റ്റ്മെന്റ് ഒരു റിട്ടേൺസും കിട്ടാത്ത ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, കിട്ടുന്ന ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഇതൊക്കെ നെഗറ്റീവ് പ്രിപ്പറേഷനാണ്. എന്താ നെഗറ്റീവ് പ്രിപ്പറേഷൻ? എനിക്കൊരാവശ്യം വന്നാൽ വിൽക്കാൻ അതുണ്ട്. എനിക്കൊരാവശ്യം വന്നാൽ എനിക്ക് ഈ ജോലി പോയാലും അതിൽ നിന്നൊരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഇതിനൊക്കെ പറയുന്ന പേരെന്താ? നെഗറ്റീവ് പ്രിപ്പറേഷൻ. പറഞ്ഞ മനസ്സിലായില്ലേ? നെഗറ്റീവ് വരും. നെഗറ്റീവ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നെഗറ്റീവിനെ നമുക്ക് തടഞ്ഞു നിർത്താനുള്ള പ്രിപ്പറേഷൻ. ഇപ്പൊ ക്ലിയർ ആയോ? പറഞ്ഞ മനസ്സിലായില്ലേ? നമ്മൾ മനസ്സിലായില്ലേ? അത് നമ്മൾ ആണ്. ഞാൻ അതാ പറഞ്ഞത്, സർക്കസിലെ ആണ്. വീണിന് മുന്നേ നിലത്തേക്ക് എത്തിയാൽ ഞാൻ മരണപ്പെടും, ഉറപ്പാണ്. അതിന്റെ മുന്നേ എന്നെ തടയിടാനുള്ള സാധനത്തിന്റെ പേരാണ് നെഗറ്റീവ് പ്രിപ്പറേഷൻ. ആ ഒരു പ്രിപ്പറേഷൻ അവിടെ ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ എന്താണ്? വീഴൂല എന്ന് ഉറപ്പൊന്നുമില്ല. വീണാൽ മരണം ഉറപ്പാണ് അല്ലെ? വാല്യൂ ഓഫ് ഡെത്ത്, അതായത് മരണത്തിന്റെ താഴ്വരയ്ക്കെത്തി. അതിന്റെ മുന്നേ എന്നെ ബ്ലോക്ക് ചെയ്യാൻ എനിക്ക് എങ്ങനെ വീണാലും ഞാൻ ചെന്ന് വീണത് മെത്തേക്കാണ്. അതുകൊണ്ട് എനിക്കൊന്നും പറ്റാതിരിക്കാൻ ഞാൻ ചെയ്ത പ്രിപ്പറേഷനെ മുഴുവനായിട്ട് പറയുന്ന പേരാണ് നെഗറ്റീവ് പ്രിപ്പറേഷൻ. ഇപ്പൊ ക്ലിയർ ആയോ?